അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മീഖാത്തുകൾ. മീഖാത്ത് എന്ന് പറഞ്ഞാൽ വഖത എന്ന് പറഞ്ഞാൽ സമയം നിശ്ചയിച്ചു അല്ലെങ്കിൽ സ്ഥലം നിശ്ചയിച്ചു എന്നാണ് അർത്ഥം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നിർണിത സ്ഥലം എന്നും നിർണിത കാലം എന്നും അതിനർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ മീഖാത്തു സമാനിയയുണ്ട്, മീഖാത്തു അൽ മക്കാനിയയുണ്ട്. നിർണിത സമയങ്ങളും നിർണിത കാലങ്ങളും. ആദ്യം നമുക്ക് നിർണിത കാലങ്ങളെ കുറിച്ച് പറയാം. നിർണിത കാലം എന്ന് പറഞ്ഞാൽ ഹജ്ജിന് നിർണിത കാലങ്ങളുണ്ട്. അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്തുൻ. ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഏതാ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇതാണ് ഹജ്ജിന്റെ മാസങ്ങൾ. ഹജ്ജ് നടക്കുന്നത് ഏത് മാസത്തിലാ? ദുൽഹജ്ജ് അല്ല, ദുൽഹജ്ജ് എന്ന് പേരില്ല. നമ്മളെ മുജാഹിദുൽ കലണ്ടറിൽ വരെ ദുൽഹജ്ജ് എന്ന് അങ്ങനെ പ്രയോഗമല്ല, ദുൽഹിജ്ജ. അതാണ് ആ മാസത്തിന്റെ പേര്. ശരിയായ അറബി ദുൽഹിജ്ജ. ഖുർആനിൽ പറഞ്ഞു അതാണ്. ദുൽഹിജ്ജ ആണ് ഹജ്ജ് നടക്കുന്നത്. പക്ഷെ അതിന്റെ യാത്ര പോകലും തിരിച്ചു വരലും അതൊക്കെ കൂട്ടിയിട്ടാണ് ദുൽഖഅദ, ദുൽഖഅദല്ല, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഈ 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങൾ. അതാണ് ഹജ്ജിന്റെ കാലങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഉംറക്ക് പ്രത്യേക കാലങ്ങളില്ല. എന്നും ഉംറ പറ്റും. കൊല്ലം മുഴുവൻ ഉംറ ചെയ്യാം. എന്നാൽ ജാഹിലിയത്തിൽ നബിന്റെ മുമ്പും നബിന്റെ കാലഘട്ടം നബി മാറ്റം വരുത്തുന്നത് വരെയും അങ്ങനെയായിരുന്നില്ല. ജാഹിലിയത്തിലെ അറബികൾ ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ ചെയ്യാറുണ്ടായിരുന്നില്ല. ഉംറ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഹജ്ജിന്റെ മാസത്തിൽ ഹജ്ജ് മാത്രം, ഹജ്ജിന്റെ കൂടെ ഉംറ പറ്റില്ല. നബി ഹിജ്റ 9-ാം കൊല്ലം ഹജ്ജിന് വരുമ്പോൾ മദീനയിൽ നിന്ന് പുറപ്പെട്ട് ദുൽഹുലൈഫ എന്ന് പറയുന്ന അബിയാർ വലി എന്നറിയപ്പെടുന്ന മീഖാത്തിൽ, മദീനക്കടുത്തുള്ള അവിടെ നിൽക്കുന്ന സമയത്ത് രാത്രി നബിയുടെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്നിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കാണാം അൽ ഉംറത്തു ഫിൽ ഹജ്ജി, ഹജ്ജിൽ ഉംറ എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ ഉംറ ലയിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴാണോ അല്ല എന്നേക്കുമാണോ? നബിന്റെ മറുപടി എന്നേക്കുമായി. എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലെ നിയമം റദ്ദാക്കപ്പെട്ടു. ഇനി ഹജ്ജിന്റെ കാലത്തും ഉംറ നിർവഹിക്കാം, ഹജ്ജിനോടൊപ്പവും ഉംറ നിർവഹിക്കാം. ഖിറാൻ. ഇനി തമത്തുആയി ഉംറ പിന്നെ ഹജ്ജ് അങ്ങനെയും ചെയ്യാം. ഇനി അതിന്റെ മുമ്പോ അല്ലെങ്കിൽ പിന്നെയോ ചെയ്യാം. എങ്ങനെ പറ്റും? ഹജ്ജിന്റെ മാസങ്ങളിൽ ഉംറ പറ്റും, ഹജ്ജിനോടൊപ്പവും പറ്റും. അങ്ങനെ ഇസ്ലാം ഒരു മാറ്റം വരുത്തി. അതാണ് ഇന്ന് ലോകത്തുള്ളത്. പക്ഷെ സൗദി ഗവൺമെന്റ് സൗകര്യത്തിന് വേണ്ടി നേരത്തെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ വരെ, സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വൽ വരെ ഉംറ വിസ അടിച്ചിരുന്നില്ല പുറത്തുള്ള രാജ്യക്കാർക്ക്. GCC-യിലും സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് മാത്രം അടിച്ചിരുന്നു. എന്നാൽ അത് മാറ്റി ഇപ്പോൾ റമദാൻ കഴിഞ്ഞാൽ വീണ്ടും ഉംറ വിസ അടിക്കുന്നു. ഹജ്ജിന് ആളുകൾ അവിടെ വരാൻ തുടങ്ങുന്നത് വരെ ഉംറക്ക് ആളുകൾക്ക് അവിടെ വരാം, പിന്നെ വിസ അടിക്കൂല, ഉംറ വിസ നിർത്തി. പിന്നെ ഹാജിമാരെ വരവായി. ശറഈയായി പറ്റാത്തതുകൊണ്ടല്ല, ഉംറക്കായിട്ടുള്ള വരവ് നിർത്തി. കാരണം രണ്ടു കൂട്ടരുടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഹജ്ജ് കഴിഞ്ഞ് റബീഉൽ അവ്വലാണ് പിന്നെ അടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോ ദുൽഹിജ്ജ് അങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ റബീഉൽ അവ്വലിന്റെ മുന്നേ തന്നെ ആളുകൾ തിരിച്ചു പോന്ന് തീരുന്നതിന്റെ മുമ്പേ പോരാൻ തുടങ്ങിയാൽ തന്നെ വീണ്ടും ഉംറ വിസ അടിക്കാൻ തുടങ്ങും. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഹജ്ജിന് നിർണിത കാലമുണ്ട്, ഉംറക്ക് നിർണിത കാലമില്ല, സമയത്തിന്റെ മീഖാത്തില്ല. എന്നും അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ഉംറ പറ്റും. നമ്മള് പുറത്തുനിന്ന് വിസ അടിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഹജ്ജിന്റെ സമയത്തും ആർക്ക് പറ്റും? അവിടെയുള്ള ആളുകൾക്ക് ചെയ്യാം. മക്കൾക്കാർക്കോ ഹറമിന്റെ പരിധിയിലുള്ള ആളുകൾക്കോ പറ്റും. ഹറമിന്റെ ചുറ്റുവട്ടത്ത് അതിർത്തിയിൽ സെക്യൂരിറ്റി ഉണ്ട്. പാസില്ലാത്ത, ഹജ്ജിന്റെ വിസ ഇല്ലാത്ത ഒരാളെയും ഹറമിന്റെ ഉള്ളിലേക്ക് കടത്തുകയില്ല. എന്നാൽ അവിടെയുള്ള ആളുകൾ വേറെ പുറത്തു പോകാൻ പറ്റില്ല, നാട്ടുകാരാണ്. ഓൽക്ക് അവിടക്കും, ഓൽക്ക് തവാഫ് ചെയ്യാം, വരുന്നവർക്കും ചെയ്യാം. അത്രേ ഉള്ളൂ. രണ്ടാമത്തേത് അൽ മീഖാത്തു അല്ലെങ്കിൽ അൽ മവാഖീത്തുൽ മക്കാനിയ. ഹജ്ജിലേക്ക് പ്രവേശിക്കാനായി നടത്തുന്ന ഇഹ്റാം എന്ന പ്രവർത്തനത്തിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലം. ഇഹ്റാം എന്താന്ന് പിന്നെ പറയാം. ഈ സ്ഥലങ്ങൾ 5 എണ്ണമാണ്. ഇതൊന്നും ഹദീസ് വായിക്കുന്നില്ല. ഇമാം ബുഖാരിന്റെ ഹദീസിൽ 4 സ്ഥലങ്ങൾ പറഞ്ഞത് കാണാം. ഒന്ന് ജുഹ്ഫ, ദുൽഹുലൈഫ, ഖർനുൽ മനാസിൽ, യലംലം. മുസ്ലിമിന്റെ 1283-ാം നമ്പർ ഹദീസിൽ ദാത്തു ഇർഖ്. ഇങ്ങനെ 5 സ്ഥലങ്ങൾ ഇബ്രാഹിം നബി അടയാളപ്പെടുത്തി. അതേ സ്ഥലങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളപ്പെടുത്തി. അങ്ങനെ 5 സ്ഥലങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കാനായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഹറമിന്റെ പരിധിയിൽപ്പെട്ടതും, അതിന്റെ പരിധി എന്നാൽ അതിർത്തികളൊന്നും അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ ഉണ്ട്. ഏറ്റവും ദൂരമുള്ളത് മദീനയിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ 4 സ്ഥലങ്ങളാണ് ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾ. അവിടെ വെച്ച് മാത്രമേ ഇഹ്റാം ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഓരോന്നൊരു ചെറിയ വിവരണം തരാം. ഒന്ന്, ഏറ്റവും ദൂരമുള്ള തൊട്ട് ഇങ്ങോട്ട് പറയാം. ദുൽഹുലൈഫ. ദുൽഹുലൈഫ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹജ്ജിന് പോകുമ്പോ പണ്ട് കാലത്ത് ജിദ്ദ എയർപോർട്ടിൽ മാത്രമേ ഇറങ്ങിയിരുന്നുള്ളൂ. ഇപ്പൊ കുറെ കൊല്ലങ്ങളായി മദീന എയർപോർട്ടിലും ഹാജിമാരെ ഇറക്കുന്നുണ്ട്.
നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ പോകാറുണ്ട്. കുറെ ജിദ്ദയിൽ പോകും, കുറെ ആൾക്കാർ മദീനത്ത് പോകും. അപ്പൊ മദീനത്ത് പോകുന്നവർ മദീനയിൽ കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരിക. അപ്പൊ വരുന്നവർക്ക് ഉംറയും അവരവിടുന്ന് ഇറാൻ കിട്ടുക ശരിക്കും മീഖാത്തിൽ ദുൽ ഹുലൈഫ എന്ന് പറയുന്ന ഇന്ന് അബിയാറു അലി എന്ന് പറഞ്ഞാൽ അലിന്റെ കിണർ എന്നാണ് അർത്ഥം. അതിന് പേര് വരാൻ ചില കള്ളക്കഥകളുണ്ട്. അത് ഈ ഹജ്ജത്തുൻ നബിയിൽ ഷെയ്ഖ് അൽബാനി വിശദീകരിച്ചിട്ടുണ്ട്. വേറെ പല ബന്ധം വിശദീകരിച്ച് കാണാം. കെട്ടുകഥയാണ്. അലി റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ജിന്നുകളോട് യുദ്ധം ചെയ്തു. അതുകൊണ്ടാണ് അബിയാറു അലി അലിന്റെ കിണറുകൾ എന്നറിയപ്പെടുന്നത്. അത് കെട്ടുകഥയാണ്. ആ പേരിലാണ് ഇന്നറിയപ്പെടുന്നത്. ഹദീസിൽ വന്ന പേര് ദുൽ ഹുലൈഫ എന്നാണ്. ആ സ്ഥലം മദീനയിൽ നിന്ന് നേരെ വന്നാൽ ഒരു 13-15 കിലോമീറ്റർ. പക്ഷെ നമ്മൾ ഹറമിന്റെ അടുത്ത് നിന്ന് പതിനീർത്ത പള്ളിയിൽ നിന്ന് ബസ്സിന് റൗണ്ട് റോഡിന് റിംഗ് റോഡിന് കയറി പിന്നെ ഇങ്ങനെ ഹൈവേ റോഡ് കൂടിയൊക്കെ വന്ന് ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കുറെ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. ആ ദൂരം എത്ര കൃത്യം എനിക്കറിയില്ല. സാധാരണ എനിക്ക് പറയുന്ന ദൂരം നേരെ വന്നാൽ 13-15 കിലോമീറ്റർ ആണ്. അത്ര ദൂരേ ഉള്ളൂ മദീനത്ത് മക്കയിലേക്ക് വരുന്ന വഴിയിൽ ദുൽ ഹുലൈഫ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാം കെട്ടിയ മീഖാത്താണ്. ആ സ്ഥലത്ത് വാദി മുബാറക് അനുഗ്രഹീത താഴ്വര എന്ന് ആ സ്ഥലത്തെ കുറിച്ച് ജിബ്രീൽ വന്ന് നബിയോട് പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ കാണാം. അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 400-ലധികം കിലോമീറ്ററുകൾ എവിടെയുണ്ട്. പണ്ടൊക്കെ 460 പറയും. ഇപ്പൊ റോഡൊക്കെ മാറി വളവും തിരിവുള്ള റോഡൊക്കെ ഒഴിവാക്കി പുതിയ ഹൈവേ റോഡുകൾ മലയൊക്കെ വെട്ടിയും തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കി വന്നത് കൊണ്ട് ദൂരം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു 400 കിലോമീറ്റർ ആണ് ഈ പറയുന്നത് ദുൽ ഹുലൈഫയിൽ നിന്ന് അങ്ങോട്ട്. ഒരു 410-420 കൂടിയാൽ മദീനത്ത് നിന്ന് മക്കത്തേക്ക്. അപ്പൊ നമുക്ക് ഈ മദീനത്ത് വരുന്ന ആളുകളാണെങ്കിൽ ഇനി ഉംറ കഴിഞ്ഞ് മദീനയിൽ പോയി തിരിച്ചു വരുന്ന ആളുകളാണെങ്കിൽ അവരും ഇഹ്റാം കെട്ടുക ഈ ദുൽ ഹുലൈഫ എന്ന് പറയുന്ന നബി ഇഹ്റാം കെട്ടിയ ഈ മീഖാത്തിൽ വെച്ചാൽ. അപ്പൊ ഒന്ന് അബിയാർ വലി. അപ്പൊ മദീനക്കാർക്കും മദീന വഴിക്ക് വരുന്ന ആർക്കും ഇപ്പോ ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത്, UAE ഇതുപോലെ അവിടെ നിന്നൊക്കെ വരുന്ന ആളുകളും ചിലപ്പോ നേരെ റിയാദ് അങ്ങനെ മക്കത്തേക്ക് പോകാതെ മദീന വഴി വരും. അപ്പൊ മദീനക്കാർക്കും മദീന വഴി വരുന്ന ആളുകൾക്കും നമ്മൾ പോയി ഇറങ്ങിയാൽ നമുക്ക് ആ സ്ഥലത്തുള്ളവർക്കും അതുവഴി വരുന്നവർക്കും ഉള്ള മീഖാത്താണ്. പിന്നെ രണ്ടാമത്തേത് ജുഹ്ഫ. ഇത് ബദർ വഴി നമ്മൾ പോരുകയാണെങ്കിൽ ആ വരുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഒരു മീഖാത്താണ് ജുഹ്ഫ എന്ന് പറയുന്നത്. ഇത് ഏകദേശം മക്കയിൽ നിന്ന് 186 കിലോമീറ്റർ അകലെ. നേരത്തെ മദീനത്തുള്ള ദൂര പറഞ്ഞത്. ഇത് മക്കയിൽ നിന്ന് 186 കിലോമീറ്റർ. അതായത് ദുൽ ഹുലൈഫ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ദൂരമുള്ള സ്ഥലമാണ് ഇത്. സൗദിയുടെ വടക്ക് ഭാഗത്തുള്ള ആളുകൾക്കും അതുവഴി വരുന്ന ആഫ്രിക്ക, സിറിയ ആ ഭാഗങ്ങളിലെല്ലാം വരുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ ഈ ജുഹ്ഫ എന്ന് പറയുന്നത് ഇന്ന് ആ സ്ഥലത്തല്ല മീഖാത്തുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കാരണം നമ്മളും ചിലപ്പോൾ അതിലെ വരും. ബദർ വഴി വരികയാണെങ്കിൽ ബദർ വഴി പോകുന്ന ആളുകൾ അവിടെ ഇഹ്റാം കിട്ടാറുണ്ട്. ബദർ യുദ്ധ സ്ഥലം കാണാൻ വേണ്ടി പോകുന്ന ആളുകൾ. അപ്പോൾ മനസ്സിലാക്കിക്കണല്ലോ ഈ സ്ഥലം ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലം പിൽക്കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അങ്ങനെ നശിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഖത്താബിന്റെ കാലത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോട് ചേർന്ന ഒരു സ്ഥലം നിശ്ചയിച്ചു. അതിനോട് ചേർന്ന സ്ഥലം ആ നേർക്ക് വരുന്ന അതാണ് റാബിഗ് എന്ന് ഹദീസിലും പുസ്തകങ്ങളിലും കാണുന്ന സാധാരണക്കാരൻ കൊളോക്കിയലായി റാബക്ക്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇനി മക്കത്തോ മദീനത്തോ ജിദ്ദിലൊക്കെ ചോദിച്ചാൽ അവൻ എന്താ പറയാ റാബക്ക് എന്ന് അറിയും അല്ലെ? ആരെങ്കിലും പോയി അറിയാം റാബക്ക് എന്ന് പറയാം. റാബക്ക് അല്ല, റാബിഗ് എന്നാണ് ശരിയായ പ്രയോഗം. ആ സ്ഥലം 186 കിലോമീറ്റർ. അപ്പോ ആഫ്രിക്ക, അതുപോലത്തെ സൗദിന്റെ വടക്കൻ ഭാഗങ്ങൾ, സിറിയ, ജോർദാൻ, ഫലസ്തീൻ അവിടുന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഉള്ള മീഖാത്ത് അതാണ്. മൂന്നാമത്തേത് യലംലം. യമന്റെ ഭാഗത്തുള്ള മക്കയിൽ നിന്ന് ഏകദേശം 120, ചില ആൾക്കാർ 80-90 പറയലുണ്ട്, പല കണക്കുണ്ട്. കൂടുതൽ ശരിയായ 120 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 120 കിലോമീറ്റർ ദൂരത്തുള്ള മീഖാത്ത്. ഇത് കുറെ മലനിരകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ വിമാനത്തിന് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് മക്കത്തേക്കായാലും മദീനത്തേക്കായാലും, മദീനത്ത് പോകുന്ന ആളുകൾ പിന്നെ ഇത് പരിഗണിക്കേണ്ടതില്ല. അതുപോലെ ഇനി ഏതെങ്കിലും നമ്മള് കണക്ഷൻ ഫ്ലൈറ്റിന് UAE വഴിയോ ഖത്തർ വഴിയോ ബഹ്റൈൻ വഴിയോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൂടി GCCയിലൂടെയോ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എത്തുന്ന മീഖാത്ത് ഈ പറയുന്ന യലംലം എന്ന മീഖാത്താണ്. ഇത് ഉംറക്ക് ആൾക്കാർ മനസ്സിലാക്കണം, ഹജ്ജിന് പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം. ഈ 120 കിലോമീറ്ററുള്ള ഈ മീഖാത്ത് മുമ്പ് കാലത്ത് നമ്മളാടുന്ന കപ്പലിൽ ആളുകൾ ഹജ്ജിന് പോയിരുന്നു. ഇനിയും കപ്പൽ സർവീസ് വരുന്ന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ പൈസക്ക് നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റും. അള്ളാഹു അതിനുള്ള വഴി ഒരുക്കട്ടെ. പണ്ട് പോയ ആൾക്കാർ കപ്പലിൽ പോയിട്ട് എവിടെ ഇറങ്ങും? അവിടെ ഇറങ്ങിയിട്ട് യലംലം എന്ന് പറയുന്ന ഈ മീഖാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടിയിട്ടാണ് പോയിരുന്നത്. ഇന്ന് അങ്ങനെ ഒരു സാധ്യത നിലവിലില്ല, ഉണ്ടായേക്കാം. പക്ഷേ വിമാനത്തിൽ പോകുന്ന കരിപ്പൂരിൽ നിന്നാകട്ടെ, നെടുമ്പാശ്ശേരിയിൽ നിന്നാകട്ടെ, ഹജ്ജിനാകട്ടെ, ഉംറക്കാകട്ടെ പോകുന്ന ആളുകൾ, നേരിട്ട് പോകുന്നവരോ GCC വഴി കണക്ഷൻ ഫ്ലൈറ്റിന് പോകുന്നവരോ അവരുടെ വിമാനം കടന്നു പോകുന്നത് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയതനുസരിച്ചും വായിച്ചറിഞ്ഞതനുസരിച്ചും, ഇനി തെറ്റുണ്ടോ തിരുത്താം, ഈ പറയുന്ന യലംലം എന്ന് പറയുന്ന മീഖാത്തിന്റെ
നേരെ തന്നെ അതിന്റെ മുകളിൽ കൂടി നല്ല ആ ഭാഗം ടച്ച് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ നേരെ മുറിച്ചു കടന്നുകൊണ്ടാണ് വിമാനം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിന് പോകുന്ന ആളുകൾക്ക് ഇഹ്റാം കെട്ടാനുള്ള സ്ഥലം ഈ പറയുന്ന യലംലം എന്ന് പറയുന്ന മീഖാത്താണ്. അപ്പൊ അവിടെ മീഖാത്തിൽ ഇറങ്ങാൻ പറ്റില്ല, അവിടെ വിമാനം നിർത്തൂല, എയർപോർട്ടല്ല, മുകളിൽ കൂടി നമ്മൾ പോകുന്നത്. അപ്പൊ പിന്നെ അതിനുള്ള വഴി എന്താ? സാധ്യമാകുന്ന രീതിയിൽ ചെയ്യുക എന്നതാണ്. എന്താണ് സാധ്യമായ രീതി? എയർപോർട്ടിൽ വെച്ച് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുന്നു, കുളി വീട്ടിൽ നിന്ന് നിർവഹിക്കാം, അല്ലെങ്കിൽ ഹജ്ജ് ഹൗസിൽ വെച്ചോ വേറെ സ്ഥലത്തുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കുളിക്കാം. കുളിച്ച് എയർപോർട്ടിൽ വന്ന് ബോർഡിംഗ് പാസ് എടുത്ത് എന്നിട്ട് മുകളിലെത്തിയതിനു ശേഷം അവിടെ മുസല്ല നമസ്കരിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ പോയാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ഭാഗമുണ്ട്. അവിടെ നമ്മൾ ഡ്രസ്സ് മാറി ഉടുത്തതഴിച്ച് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുന്നു. പുരുഷൻ തുണിയും ഒരു മേൽമുണ്ടും, സ്ത്രീ ഒരു പെണ്ണ് പുറത്തു പോകുമ്പോൾ ധരിക്കേണ്ടുന്ന പരിപൂർണമായ ഹിജാബ് എന്ന വസ്ത്രം എന്താണോ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീ അവരുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തെ കുറിച്ചൊക്കെ പിന്നെ പറയേണ്ട വിശദമായിട്ട് അങ്ങനെ മാറി നിൽക്കുന്നു. ഇഹ്റാമായോ? കുളിച്ച ഇഹ്റാമാവോ? ഇല്ല. ഡ്രസ്സ് മാറി ഇഹ്റാമാവോ? ഇല്ല. ഉംറന്റെ വിസ അടിച്ച ഇഹ്റാമാവോ? ഇതൊക്കെ നമ്മൾ ചെയ്തു. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറുന്നു. ഫ്ലൈറ്റിൽ കയറി മീഖാത്തിൽ എത്താറാകുമ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ, ഏത് രാജ്യത്തുണ്ടോ, ഇന്ത്യന്റെ എയർ ഇന്ത്യ പോലത്തെ അല്ലാത്ത ഫ്ലൈറ്റ് ആണെങ്കിൽ, ഇനി കണക്ഷൻ ഫ്ലൈറ്റിന് പോയിട്ട് അവിടുന്ന് ഏതെങ്കിലും പിന്നെ GCC ഫ്ലൈറ്റിനാണ് പോകുന്നതെങ്കിൽ ആ ഫ്ലൈറ്റിൽ അരമണിക്കൂർ മുമ്പേ അനൗൺസ് ചെയ്യും മീഖാത്ത് എത്താറായി എന്ന് പറയും. അതിലൊക്കെ ഉംറക്കാരുണ്ടാവും, ഹജ്ജിനോ മജ്ജിനോ ആൾക്കാരുണ്ടാവും. മീഖാത്ത് എത്താറായി എന്ന് അരമണിക്കൂറോ 20 മിനിറ്റോ മുമ്പോ അനൗൺസ് ചെയ്യും. മീഖാത്തിന്റെ 5 മിനിറ്റ് മുമ്പ് വീണ്ടും അനൗൺസ് ചെയ്യും. പിന്നെ വിമാനത്തിൽ പൊന്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും ഓഫ് ആക്കും. അതിന്റെ ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഡിം ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആൾക്കാർ ഉറക്കാൻ മീഖാത്ത് എത്താൻ നേരത്തെ എല്ലാ ലൈറ്റും ഇടും. അപ്പം ആളുകളൊക്കെ ഉണരും. ഇതെന്തിനാണ്? മീഖാത്ത് എത്താറായി എന്ന അനൗൺസും ഈ ലൈറ്റ് ഇടുന്നു. പിന്നെ അറിയിപ്പ് കേട്ടാൽ ഇനി ഒന്നുമില്ല വിചാരിക്കാം, എയർ ഹോസ്റ്റസ്മാരോട് നമുക്ക് ചോദിക്കാം. ഏതെങ്കിലും കാപ്പറിനോട് ചോദിച്ചാൽ അറിയില്ല, പരിചയമുള്ള ആൾക്കാരോട് പറയും മീഖാത്ത് എത്താറായി, അല്ലെങ്കിൽ ഒരു പൈലറ്റിനോട് പോയി ചോദിച്ചിട്ട് വരും മീഖാത്തിന്റെ അടുത്ത് എത്താറായോ. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഏകദേശം എത്താറായി എന്ന് കാണുമ്പോൾ വൈകിപ്പോറത്, വൈകിപ്പോയ പിന്നെ ഈ ബൗണ്ടറി കടന്നാൽ ഇഹ്റാമില്ലാതെ നമ്മൾ അപ്പുറം കടക്കുന്നവരാവും, അത് കുറ്റാണ്. അതിന് പിന്നെ വേറെ പരിഹാരം ചെയ്യാൻ നിൽക്കണം. സാധ്യമാവുന്നത്ര ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞത്. ഏതാണ്ട് എത്താറായി 5 മിനിറ്റ് അനൗൺസ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാച്ചിലേക്ക് നോക്കി ഏകദേശം 4 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ. ഇനി ഹജ്ജിനാണെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, ലബ്ബൈക അങ്ങനെ ആ വാക്ക് പറയുക. അത് പറയുമ്പോഴാണ് എന്താകുന്നത്? ഇഹ്റാം ആകുന്നത്. അത് നിയ്യത്തല്ല. അത് നിയ്യത്തല്ല. നിയ്യത്ത് ഉറക്കെ പറയേണ്ടതില്ല. ചില മുജാഹിദ് പണ്ഡിതന്മാർ എഴുതിയ പുസ്തകത്തിൽ പോലും ചില അറബി കിതാബിലും എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നിനും നിയ്യത്ത് ഉറക്കെ പറയേണ്ടതില്ല. എന്നാൽ ഹജ്ജിന്റെയും ഉംറയുടെയും ഇഹ്റാമിന്റെ നിയ്യത്ത് ഉറക്കെ പറയണം. അത് തെറ്റാണ്. ഒന്നിനും നിയ്യത്ത് പറയേണ്ടതില്ല. നിയ്യത്ത് എന്നാൽ തന്നെ കരുതൽ എന്നാണ്. കരുതൽ എവിടെ? തൊള്ളോണ്ടല്ല, ചുണ്ടോണ്ടല്ല, നാവുകൊണ്ടല്ല, ഹൃദയത്തിലാണ്, ഖൽബിലാണ്. അപ്പൊ മനസ്സിലുള്ള നിയ്യത്ത്, ഞാനിതാ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിലുണ്ടാകണം. എന്നിട്ട് ഈ പറഞ്ഞ വാക്ക് പറയുക. ആ വാക്ക് നിയ്യത്തല്ല. അത് ഏതുപോലെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. സലഫി ഉലമാക്കൾ ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഉസൈമീനൊക്കെ പറഞ്ഞതുപോലെ നമസ്കരിക്കുമ്പോൾ ഒതു എടുത്തു, നിസ്കാരം തുടങ്ങിയോ? ഇല്ല. നിസ്കരിക്കാൻ കുപ്പായിട്ടു, തുണി എടുത്തു, നിസ്കാരം തുടങ്ങിയോ? ഇല്ല. സഫ് പോയി നിന്നു, നിസ്കാരം തുടങ്ങിയോ? ഇല്ല. നിയ്യത്ത് മനസ്സിലുണ്ട്, പക്ഷെ നിസ്കാരത്തിലേക്ക് കടന്നോ? ഇല്ല. നിസ്കാരത്തിലേക്ക് കടക്കുന്നത് എപ്പോഴാ? അല്ലാഹു അക്ബർ. അപ്പൊ നമസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സ്ഥാനത്താണ് ഇഹ്റാമിന്റെ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ അല്ലെങ്കിൽ ഉംറത്തൻ എന്ന് പറയുന്ന വാക്ക്. ഇതുപോലെ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം പോലെ. അപ്പൊ നിയ്യത്ത് അതിന്റെ മുമ്പെയാണ്. ഇത് നിയ്യത്തല്ല. നിയ്യത്ത് ഒന്നിലും ഉറക്കെ പറയേണ്ടതില്ല. ഇത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സ്ഥാനത്താണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അതാണ് യലംലം വഴി അല്ലെങ്കിൽ ജിദ്ദ എയർപോർട്ട് വഴി പോകുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന രീതി. എന്നാൽ നിങ്ങളെ ഫ്ലൈറ്റിൽ വേറെ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ വലിയ ഗ്രൂപ്പ്, 1 or 2 ഗ്രൂപ്പ് നമ്മളെ ഫ്ലൈറ്റിൽ ഉണ്ടാവും. വേറെ സമസ്തന്റെ ആൾക്കാരത് മറ്റു ഗ്രൂപ്പിന്റെ ഒക്കെ. ഇവര് എന്താ ചെയ്യാൻ വെച്ചാൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് മൗലിയാര് ഉസ്താദ് ഒന്നായി വട്ടത്തിൽ നിർത്തും. എന്നിട്ട് പറയും നമ്മൾ ഇവിടുന്ന് ഇഹ്റാം കെട്ടുകയാണ്, അതുകൊണ്ട് നിങ്ങൾ നിയ്യത്താക്കുക, ഇഹ്റാം പറയുക. നിയ്യത്ത് പറയുക കൊണ്ട് നിയ്യത്ത് ചൊല്ലിക്കൊടുക്കും. നവൈത്തു എന്നിട്ട് പല ചൊല്ലി കൊടുക്കുന്നവരെ അതൊക്കെ വിധേയത്താണ്. നിയ്യത്ത് അവനാൻ ചെല്ലേണ്ടതാണ്. ഇനി തന്നീമിലും ജീറാനൊക്കെ പോയ കാണാൻ നെയ്യത്ത് പറഞ്ഞു കൊടുക്കുക. ഓരോരുത്തരും നെയ്യത്ത് ചെറിയ മൊയിലിയാരിങ്ങനെ നിൽക്കുക. എന്നിട്ട് ഏതോ മുഖം മറക്കാത്ത പെണ്ണുങ്ങൾ വന്നിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുക. ആർക്കാണ് ഉംറ? വാപ്പക്ക്, പുയ്യാപ്പിൾക്ക്, അളിയന്, മോന്, മറ്റോൻ, മറിച്ചോൻ. എന്നിട്ട് ഓൽക്കൊക്കെ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നെയ്യത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതിനൊക്കെ ചിക്കിണി കിട്ടും. അങ്ങനെ ഒരു ഏർപ്പാടാണ് ഇസ്ലാം പഠിപ്പിച്ചു. എല്ലാവർക്കും മൂല്യമാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ്.
അപ്പോ ഇങ്ങനെ വട്ടത്തിൽ നിർത്തി നെയ്യത്ത് ചൊല്ലിക്കൊടുക്കും. എന്നിട്ട് ഫ്ലൈറ്റ് കയറും. അപ്പൊ ഇവരെന്തായി, ഇവിടെ തന്നെ നെയ്യത്താക്കി ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തനെന്നോ ഹജ്ജത്തനെന്നോ പറഞ്ഞു. എന്നിട്ട് ഫ്ലൈറ്റ് കയറുന്നു. ഭക്ഷണം ഉണ്ടെങ്കിൽ അതും കഴിച്ച് സുഖമായി ഉറക്കമാണ്. 4-4.5 മണിക്കൂർ നല്ല, അതിന്റെ ഇടയ്ക്ക് ഒരു 3 മണിക്കൂറെങ്കിലും റാഹത്തായ ഉറക്കം. ഇവന് മീഖാത്തിലെത്തണോ അറിയൂല. ഒരു സംഗതി മനസ്സിലായി, ജിദ്ദ എയർപോർട്ടിലാണ് അവൻ ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മഹാഭൂരിപക്ഷത്തിന്റെ ലക്ഷങ്ങളുടെ അവസ്ഥ. പക്ഷെ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും അടുത്ത വഴി എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കുളിക്കുന്നു, ഡ്രസ്സ് മാറുന്നു, ഒരുങ്ങുന്നു, ഫ്ലൈറ്റ് കയറുന്നു. പക്ഷേ നമ്മൾ പോവുക എന്നുള്ള ഉദ്ദേശമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു എന്ന നെയ്യത്ത് ഈ മീഖാത്തെത്താൻ നേരത്ത് ഉണ്ടാവുകയും എന്നിട്ട് ഈ പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൽബിയത്തല്ല. ഈ ആളുകൾ നേരത്തെ പറഞ്ഞ കൂട്ടരെന്ത് ചെയ്യും, കിടന്നുറങ്ങുന്നു. ഞാൻ പലപ്പോഴും വിളിക്കും, നമ്മളെ ആൾക്കാർ വിളിക്കുന്ന കൂട്ടത്തിൽ ഉറങ്ങുന്ന ഇഹ്റാമിന്റെ ആൾക്കാരെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ വിളിക്കും. ഹാജി, ഉമർക്കാരെ ഹാജി എന്നാ വിളിക്കുക. പിന്നെ മീഖാത്തെത്താനായി ഇഹ്റാം കെട്ടിക്കോളി, എന്നിട്ട് തൽബിയത്തെല്ലണം, മറന്നു പോകണ്ട. ഓലിങ്ങനെ തുറന്നിട്ട് പിന്നെ ഇങ്ങനെ എടുക്കണ്ടാവും. കാരണം എന്താ, ഓൽക്കൊന്നും ബിസിയല്ല. കാരണം അതൊക്കെ മൊയിലേരാണ് കെട്ടി ബന്ധറാക്കി കൊടുത്തിട്ടുണ്ട്. ഇഹ്റാമൊക്കെ കെട്ടി ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെന്താ, സുഖമായിട്ട് ഉറങ്ങാലോ. അപ്പൊ അതാണ് ഖൗമിന്റെ കഥ. അതെയാണ്. ഇനി അടുത്ത മീഖാത്ത് 4 ദാത്തുൽ ഇർഖ് എന്ന് പറയുന്നത്. ഇത് മക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ദൂരമുള്ള കിഴക്കൻ ഭാഗത്ത് നിന്നും ഇറാഖ്, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാഖ് അതുപോലുള്ള കിഴക്കൻ പ്രദേശത്ത് നിന്ന് വരുന്നവരും ഇനി അതുവഴി കടന്നു പോകുന്ന ആളുകൾക്കും ഉള്ള മീഖാത്താണ്. 5-ാമത്തേത് ഖർനുൽ മനാസിൽ, ഇന്ന് അറിയപ്പെടുന്നത് അസൈലുൽ കബീർ എന്നാണ്. സൈലുൽ കബീർ എന്ന വാക്കിനർത്ഥം പെരും മലവെള്ളം. സെയിൽ എന്ന് പറഞ്ഞാൽ മലവെള്ളം, വലിയ മലവെള്ളം. കാരണം അത് മലയുള്ള ഏരിയയാണ്. തായിഫിന്റെയും മക്കന്റെയും ഇടക്ക് ആ വഴിയിലല്ല, അവിടുന്ന് കുറെ ഉള്ളോട്ട് പോയിട്ട് ഒരു ഭാഗമാണ് ഈ ഖർനുൽ മനാസിൽ എന്നറിയപ്പെടുന്നത്. ആരെങ്കിലും തായിഫ് വഴിക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തായിഫ് പോയി വരുന്ന വഴിക്ക് ആർക്കെങ്കിലും ഉംറയ്ക്ക് അവസരം ഉണ്ടാകുന്നുവെങ്കിൽ അവർ ഇഹ്റാം കിട്ടുന്നത് ഈ സ്ഥലത്ത് നിന്നാണ്. അതുപോലെ തന്നെ UAE, ഖത്തർ, കുവൈത്ത് അവിടെ നിന്നൊക്കെ ആളുകൾ ദമാമിലൂടെ റിയാദിൽ വന്ന് അങ്ങനെ വരുന്ന ആളുകളും ഈ ഖർനുൽ മനാസിലാണ് എത്തി ഇഹ്റാം കെട്ടാറുള്ളത്. 78 കിലോമീറ്റർ, മക്കയിൽ നിന്ന് 78 കിലോമീറ്റർ ഉള്ള തായിഫിന്റെയും മക്കന്റെയും ഇടക്ക് അല്പം ഇടത്തോട്ട് മാറിയുള്ള ഈ സ്ഥലം ഖർനുൽ മനാസിൽ അല്ലെങ്കിൽ സെയിൽ കബീർ. ഇത് നജ്ദ്, കിഴക്കൻ പ്രദേശങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ ഇറാൻ, ഇറാഖ്, ഇതൊക്കെ. അപ്പൊ ഈ 5 സ്ഥലം പറഞ്ഞു. ചുരുക്കത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ 5 സ്ഥലത്തു കൂടിയും ആര് പോയാലും അവർക്കൊക്കെ ആ മീഖാത്തിൽ വെച്ച് ഇഹ്റാം കിട്ടിയായിരിക്കും. ഇപ്പൊ ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നബി ഹദീസ് പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ. പിന്നെ എന്തുകൂടി പറഞ്ഞിട്ടുണ്ട്, അതുവഴി വരുന്നവർക്കും. അപ്പൊ ആർക്കും ഏത് മീഖാത്തിൽ വെച്ചും എന്ത് ചെയ്യാം, ഇഹ്റാമിൽ പ്രവേശിക്കാം. അതാണ് ഈ 5 സ്ഥലങ്ങൾ. ഇനി ഇഹ്റാം ചെയ്യുക എന്ന കാര്യം, അതിന്റെ നിർബന്ധമായ കാര്യങ്ങളും. ഇഹ്റാം കെട്ടൽ ഉംറയുടെയും ഹജ്ജിന്റെയും റുക്നാണ്, അനിവാര്യ ഘടകമാണ് ഇഹ്റാമിൽ പ്രവേശിക്കൽ. അതായത് ഈ പറയുന്ന വസ്ത്രം ധരിച്ച് നേരത്തെ പറഞ്ഞ വാക്ക് പറഞ്ഞ് അതാണ് ഇഹ്റാം പ്രവേശിക്കുക. ആ ഇഹ്റാം പ്രവേശിച്ച് അങ്ങോട്ട് കടക്കുക എന്നത് റുക്നാണ്. അതില്ലാതെ ഹജ്ജ് ഉംറയും പൂർത്തിയാവില്ല. എന്നാൽ നിശ്ചയിക്കപ്പെട്ട ഈ മീഖാത്തുകളിൽ വെച്ച് തന്നെ ഇഹ്റാം കെട്ടുക എന്ന് പറയുന്നത് റുക്നല്ല, പിന്നെന്താണ്, വാജിബാണ്. ഒരാൾ അവിടെ വെച്ച് ഇഹ്റാം കിട്ടില്ല വിചാരിക്കുക, കെട്ടാതെ അപ്പുറം കടന്നു, എന്നാലും അയാൾക്ക് ഇഹ്റാം കെട്ടാം, മീഖാത്ത് തന്നെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു പരിഹാര മാർഗമുണ്ട്, ഒരാടിനെ ഇറക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ അയാൾ എന്ത് ചെയ്യണം, കടന്നുപോയി എങ്കിൽ അയാൾക്ക് തിരിച്ച് വേറെ ഏതെങ്കിലും മീഖാത്തിലേക്ക് പോകാം. എന്നിട്ട് മീഖാത്ത് പോയിട്ട് ഇഹ്റാം കെട്ടാം. ഇനി അതല്ല, മീഖാത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ അയാൾ ഇഹ്റാം കയറി മീഖാത്തിനല്ലാതെ, അപ്പൊ അയാൾ ആടിനെ ഇറക്കണം. അപ്പോ ഇഹ്റാം എന്നത് റുക്നാണ്, അത് മീഖാത്തിൽ വെച്ചാവുക എന്നത് വാജിബാണ്. രണ്ടും പിന്നെ സാങ്കേതിക ശബ്ദങ്ങളാണ്. റുക്കിന് തെറ്റിയാൽ ആ കാര്യം ഉണ്ടാവുകയില്ല. വാജിബ് നഷ്ടപ്പെട്ടാൽ പരിഹാരമുണ്ട്. ആ പരിഹാരമാണ് ആടിനെ അറക്കുക എന്ന് പറയുന്നത്. ഇഹ്റാം എന്ന വാക്കിനർത്ഥം അനുവദനീയമായ കാര്യങ്ങളിൽ നിന്ന് അതൊന്നും ചെയ്തുകൂടാൻ പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് കടക്കുക. അഹ്റാം എന്നാണ് ഹറാമാക്കിന്നല്ലോ ഇഹ്റാം. അപ്പൊ പവിത്രതയിലേക്ക് കയറുക എന്ന് പറയാം. ഹറാമിലേക്ക്, അതായത് അനുവദനീയ കാര്യങ്ങളൊക്കെ നിഷിദ്ധമാകുന്ന ഒരവസ്ഥയിലേക്ക് കടക്കുക. ഇതാണ് ഭാഷാപരമായി ഇഹ്റാം എന്ന് പറഞ്ഞാൽ. അത് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് ഇഹ്റാം എന്താണെന്ന് സാങ്കേതികമായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഒരാൾ ഒരു കരാർ ചെയ്തു വിചാരിക്കുക. കരാർ ചെയ്താൽ അയാൾ അഹ്റമ ഇന്ന കാര്യം, ഈ മീസാക്കിലേക്ക് അയാൾ അഹ്റമ എന്ന് പറഞ്ഞാൽ കരാറിലേക്ക് അയാൾ കയറി. കരാറിൽ പ്രവേശിച്ചാൽ പിന്നെ കരാറിന് വിരുദ്ധമായ കാര്യങ്ങളോ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങളോ ചിലപ്പോൾ എന്താവും, കരാറിനെതിരാണെങ്കിൽ ചെയ്യാൻ പറ്റൂല. ഹലാലായതായിരിക്കും, പക്ഷെ കരാറിൽ ചെയ്താൽ പിന്നെ പറ്റൂല. അപ്പൊ അത് എന്തായി, നേരത്തെ അനുവദനീയമായത് ഹറാമായി.
നേരത്തെ അനുവദനീയമായ 10-11 കാര്യങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതോടുകൂടി ഒരാൾക്ക് ഹറാമായി തീരുന്നു. അപ്പൊ ഹലാലുകൾ ഹറാമായി തീരുന്ന പവിത്രമായ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതുകൊണ്ടാണ് ഇഹ്റാം. മസ്ജിദുൽ ഹറാം, ഹുർമത്ത് എന്നൊക്കെ പറഞ്ഞ ആ ഹുർമത്തിലേക്ക്, പവിത്രതയിലേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഇഹ്റാം എന്ന വാക്കിനർത്ഥം. അപ്പൊ ഒരാൾ ഞാൻ ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറക്കോ അല്ലെങ്കിൽ രണ്ടിനും കൂടിയോ ഇഹ്റാം ചെയ്യുന്നു എന്ന് ഒരാൾ ഉദ്ദേശിച്ച് പ്രവേശിക്കുന്നതിനാണ് എന്ത് പറയുക, ഇഹ്റാം എന്ന് പറയുന്നത്. ഇനി അത് മീഖാത്തിൽ വെച്ച് തന്നെ ആകണം, അത് നിർബന്ധമാണ് എന്നതിനുള്ള തെളിവ് ഹദീസിൽ കാണാം. വഖത്ത, മീഖാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നബി ഞങ്ങൾക്ക് മീഖാത്ത് നിശ്ചയിച്ചു തന്നു. അപ്പൊ എന്താ, നബി നിശ്ചയിച്ചതാണ്, നിശ്ചയിച്ച ആ സ്ഥലത്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പരിഹാരം വേണം. ഇമാം ബുഖാരിയുടെ മറ്റൊരു ഹദീസിൽ നബിനോട് ആളുകൾ ചോദിച്ചു, നബിയെ എവിടെ നിന്ന് ഇഹ്ലാൽ ചെയ്യാനാണ് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നത്? അഹല്ല എന്നുള്ള വാക്ക് നേരത്തെ പറഞ്ഞു, ശബ്ദം ഉയർത്തുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ഹജ്ജൻ എന്ന വാക്ക് പറഞ്ഞ് ശബ്ദം ഉച്ചരിക്കൽ, അതാണ് ഇവിടെ ഇഹ്ലാൽ ഉദ്ദേശിച്ചത്. തൽബിയത്തിനും പറയും. അത് എവിടെ വെച്ചാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പൊ മദീനക്കാരാ ചോദിക്കുന്നത്. അപ്പൊ നബി പറഞ്ഞു, യുഹില്ലു അഹ്ലുൽ മദീനത്തി, മദീനക്കാർ എന്ന സ്ഥലത്ത് നിന്നാണ് ബാക്കിയുള്ള ആൾക്കാർ അതിന്റെ സ്ഥലമൊക്കെ നബി പറഞ്ഞു കൊടുത്തു. അപ്പോ ഇന്നാലിന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ഇഹ്ലാൽ ഉണ്ടാകേണ്ടത്, ഇഹ്റാം പ്രവേശിക്കേണ്ടത് എന്ന് നബി കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കൽപ്പന എന്താ, നിർബന്ധത്തിനാണ്. പിന്നെ വേറെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നന്ന ആളുകൾക്ക് ഇന്നന്ന മീഖാത്തുകൾ ഫറളഹാ, നിർബന്ധമാക്കി. അപ്പൊ ഒന്നിൽ കൽപ്പിച്ചു എന്ന കൽപ്പന പ്രയോഗം, നിർബന്ധമാക്കി എന്ന പ്രയോഗം, അതുപോലെ ആദ്യം പറഞ്ഞ വഖത്ത എന്ന പ്രയോഗം. അപ്പൊ ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാവും, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കൽ വാജിബാണ്. അവിടെ നല്ലാതെ ചെയ്താൽ നേരത്തെ പറഞ്ഞ നഷ്ടപരിഹാരം നടത്തണം, അല്ലെങ്കിൽ മീഖാത്തിലേക്ക് തിരിച്ചു വരണം. ഇനി ഈ പറഞ്ഞ ആടിനെ ഇറക്കണം പരിഹാരമായി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ തുലനം ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു തത്വമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മക്കക്കാരായ ആളുകൾ എവിടെ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്? പുറത്തുനിന്നിരുന്ന ആളുകളെ കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. ഇത് കൂട്ടത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവിടുന്ന് പോകുന്ന അവിടെ താമസിച്ച ആളുകളും വിസിറ്റ് വിസക്ക് പോകുന്നവരും അല്ലാതെ ജോലിക്കാരും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. ഹറമിന്റെ പരിധിക്ക് ഉള്ളിലുള്ള ആളുകൾ. ഹറം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ പള്ളിന്റെ മുറ്റുകല്ല, കഅബയല്ല, കഅബയും മത്താഫും അല്ല, കഅബയും പള്ളിയല്ല, പള്ളിന്റെ മുറ്റുകല്ല. പിന്നെന്താണ്, ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ വിശേഷിച്ചനുസരിച്ച് ചില ഭാഗത്ത് 2, ചില ഭാഗത്ത് 5, ചില ഭാഗത്ത് 7, ചില ഭാഗത്ത് 9, ചില ഭാഗത്ത് 11. ഇങ്ങനെ ഹറമിൽ നിന്ന് 2 മുതൽ 11 വരെ കിലോമീറ്ററുകൾ ദൂരത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു വിസ്തൃതമായ പ്രദേശത്തിനാണ് എന്ന് പറയുന്നത് ഹറം പ്രദേശം എന്ന് പറയുന്നത്. ആ അതിർത്തിക്കുള്ളിലുള്ള ഭാഗങ്ങളൊക്കെ എന്താണ്, ഹറമാണ്. അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വേറെ വിലക്കിയിട്ടുണ്ട്. അപ്പോ ഈ ഹറമിന്റെ പരിധിക്കുള്ളിൽ താമസിക്കുന്ന ആളുകൾ അവർ ആ നാട്ടുകാരാണ്, ഹജ്ജിന്റെ സ്ഥലങ്ങളിൽ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണ്. ഇവരെ എവിടുന്ന് ഇഹ്റാം കെട്ടണം? ജോലിക്ക് മക്കത്തൊക്കെ ജോലിക്ക് കേൾക്കണ്ടേ, ഇനി നമ്മളൊക്കെ വിസിറ്റ് വിസൊക്കെ പോയി താമസിച്ചിരിക്കുക. അപ്പൊ ഇഹ്റാം കെട്ടാൻ മീഖാത്ത് പോകണോ പോകണ്ടേ? വലിയ തർക്കമുള്ള വിഷയമാണ്. ഞാൻ ചുരുക്കി പറയാം. വലിയ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് മക്കക്കുള്ളിൽ, അതായത് മക്ക എന്ന് പറഞ്ഞാൽ ഹറമിന്റെ പരിധിക്കുള്ളിൽ ഉള്ള ആളുകളാണെങ്കിൽ അവർ ആ പരിധിയിൽ നിന്ന് പുറത്ത് കടക്കുകയും, പരിധിന്റെ പുറത്ത് പറഞ്ഞാൽ അതിന് ഹില്ല് എന്ന് പറയും. എന്താണ് ഹലാൽ അറിയാലോ? ഹില്ല് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ സ്ഥലം എന്നാണ്. എന്നാൽ പവിത്രമായ സ്ഥലമല്ലാത്ത സ്ഥലം, ഹറമിന്റെ പുറത്തുള്ള സ്ഥലം, അത് ഹില്ല്, ഇത് ഹറം. അപ്പോ ഹറമിൽ നിന്ന് ഹില്ലിലേക്ക് പോകണം, അതായത് ഹറമിന്റെ പരിധിക്ക് പുറത്തേക്ക് പോകണം. ഈ നിശ്ചയിക്കപ്പെട്ട ബൗണ്ടറി അടക്കം അടയാളം നമ്മൾ പണ്ടത്തെ സർവേ കല്ലില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ സ്തൂപം പോലെ ആർച്ച് രൂപത്തിലുള്ള കല്ലുകൾ, പ്രത്യേക കല്ല്, പ്രത്യേക പെയിന്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കാണാം. അതിർത്തിയിൽ വലിയ കാണാൻ പറ്റുന്ന, ദൂരെ നോക്കിയാൽ കാണുന്ന അടയാളങ്ങൾ ഈ പരിധിയിലൊക്കെ സൗദി ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. ആർച്ച് ഷേപ്പിൽ കാണാം. അതിന്റെ മുകളില് ബിദായ നിഹായ, ബിദായത്തുൽ ഹറം, നിഹായത്തുൽ ഹറം. പുറഭാഗത്ത് ഹറം തുടങ്ങുന്നു അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അറബി, ഇംഗ്ലീഷ്, പിന്നെ എനിക്ക് ഉറുദുണ്ട് തോന്നുന്നു. ഉൾഭാഗത്ത് നിഹായ, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇത് ഹറമിന്റെ എൻഡാണ്, അപ്പുറത്ത് പോയാൽ ഹറമിന്റെ പുറത്തായി. ഇത് രണ്ടും എഴുതി വെച്ച് കാണാം. ആയിഷപ്പള്ളി എന്ന് പറഞ്ഞ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന തെന്മയിൽ ആയിഷപ്പള്ളി എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയുടെ മുറ്റം വരെ ഹറമാണ്. അവിടെ ഈ സ്തൂപുണ്ട്, അവിടം വരെ ഹറമാണ്. ആ സ്തൂപം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പള്ളിന്റെ ചെറിയൊരു മുറ്റവും, അത് ഹറമിന് പുറത്താണ്. അതുപോലെ മറ്റൊരു സ്ഥലമാണ് ജെറാന. നബി ഒരിക്കലും യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ജെറാനയിൽ വെച്ച് ഇഹ്റാം കെട്ടി. ജെറാന എന്ന് പറയുന്നത് ഹറമിന്റെ പരിധിക്ക് പുറത്താണ്.
അപ്പോ അങ്ങനെയുള്ള ഹറമിന്റെ പരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഇഹ്റാം കെട്ടി തിരിച്ചു വരണം. ഇതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി. ഒരാൾ മാത്രം പറഞ്ഞു അല്ലെങ്കിൽ കുറച്ചാളുകൾ പറഞ്ഞുള്ളൂ, നിങ്ങൾ അവഗണിക്കേണ്ടതില്ല. ഹദീസുകൾ പരിശോധിച്ചാൽ ഷെയ്ഖ് അൽബാനി പറഞ്ഞ വീക്ഷണമാണ് പ്രമാണത്തോട് 100% യോജിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മീഖാത്തിന്റെ ഹദീസുകളൊക്കെ പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്ന മീഖാത്തുകൾ ആ നാട്ടുകാർക്കും അതുവഴി വരുന്നവർക്കും എന്ന് പറഞ്ഞതിന് ശേഷം മിമ്മൻ അറാദൽ ഹജ്ജ വൽ ഉംറത, ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചവർക്ക് പിന്നെ പറയാൻ വമൻ കാന ദൂന ദാലിക, ഈ മീഖാത്തിന്റെ പരിധിക്ക് ഉള്ളിൽ താമസിക്കുന്ന ആളുകൾ ഫമിൻ ഹൈസു അൻസഅ ഹത്താ അഹ്ലു മക്ക മിൻ മക്ക. ഇമാം ബുഖാരിയുടെ ഹദീസാ. മീഖാത്തിന്റെ ഉള്ളിൽ, ഇവിടെ ഹറമിന്റെ പരിധിയല്ല പറഞ്ഞത്, മീഖാത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ താമസിക്കുന്ന ആളുകൾ അവർ എവിടെയാണോ താമസിക്കുന്നത്, ഹൈസു അൻസഅ, അവൻ എവിടെ വളർന്നുവോ എവിടെ താമസിക്കുന്നുവോ അവിടെ വെച്ചാണ് ഇഹ്റാം കെട്ടേണ്ടത്. മക്കക്കാർ പോലും മക്കയിൽ വെച്ചാണ് ഇഹ്റാം കെട്ടേണ്ടത് എന്ന് വളരെ കൃത്യമായി ഒരുപാട് ഹദീസുകളിൽ നബി പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രമാണത്തോട് യോജിച്ചത്. എന്നാൽ ഈ ഹദീസിനെതിരായ അഭിപ്രായമാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കും. അവരെ കുറ്റപ്പെടുത്തിക്കൂടാ. അവർക്ക് അതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്ത കാര്യമാണ്. നേരത്തെ പറഞ്ഞു, വരുന്ന വഴിയിൽ വെച്ച് സെരീഫ് എന്ന് പറയും. സെരീഫ് എന്ന് പറഞ്ഞാൽ തൻഈം. എല്ലാ പെണ്ണുങ്ങൾക്കും ആളുകൾക്കും മക്കത്തിൽ ടാക്സിക്കാരോട് വരെ ആയിഷ പള്ളിയിൽ നിന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏത് അറബിക്കും മനസ്സിലാവും. കാരണം ആൾക്കാർ കേട്ട് പഠിച്ചിട്ടുണ്ട്. ഡ്രൈവർമാർ, അറബി ഡ്രൈവറും ആയിഷ പള്ളിക്ക് എന്നുണ്ടായി അല്ല ചോട്ടാ ഉംറ 2 റിയാൽ 5 റിയാലോ. അവിടെ അതിനടുത്ത സ്ഥലമാണ്, തൻഈമിനടുത്ത സ്ഥലമാണ് സെരീഫ്. മെൻസസ് ഉണ്ടായി, ശേഷം ശുദ്ധിയായി. അപ്പൊ അത് കഴിഞ്ഞ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം, ആയിഷ റളിയല്ലാഹു താല്പര്യം അനുസരിച്ച് ഉംറക്ക് പോകാൻ അനുവാദം കൊടുത്തു. അങ്ങനെ പോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനോട് പറഞ്ഞു, നീ നിന്റെ പെങ്ങളുടെ കൂടെ പോവുക. ഭാര്യ ആയിഷനോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ കൂടെ പോവുക. അങ്ങനെ രണ്ടാളെയും കൂടി എങ്ങോട്ട് പറഞ്ഞയച്ചു? തൻഈമിലേക്ക് പോയി. തൻഈമിലേക്ക് പോകാൻ പറഞ്ഞ എന്തിനാ? അത് ഹറമിന്റെ പരിധിക്ക് പുറത്തുള്ള ഹില്ലാൽ, അവിടെ പോയി ഇഹ്റാം കെട്ടി വരിക എന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹറമിന്റെ പരിധിക്കുള്ളിലുള്ള ആളുകൾ ഹറമിന്റെ പരിധിക്ക് പുറത്ത് കടക്കണം എന്ന കാര്യം പണ്ഡിതന്മാർ സ്വീകരിച്ചു. ഷെയ്ഖ് അൽബാനിയും ആ വീക്ഷണം സ്വീകരിച്ച ആളുകളും പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം ഒരു പൊതുതത്വമല്ല, അതൊരു പൊതു കാര്യമല്ല. അതുകൊണ്ട് അതൊരു പൊതു നിയമമായി സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സംഭവത്തിന്റെ ഒരു പ്രത്യേക വിധിയാണ്. അതുകൊണ്ട് അത് ഇങ്ങോട്ട് ഖിയാസാക്കാൻ പറ്റൂല. അതിനേക്കാളൊക്കെ ഒരുപാട് ഹദീസുകളിൽ നബി ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അപ്പോ ഇന്ന് ആളുകളൊക്കെ പുറത്തു ഹദീസ് അനുസരിച്ച് ഇതാണ് ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റാ ശരികൾക്ക് ചെയ്യാം, അഭിപ്രായങ്ങളുണ്ട്. അടുത്തത് ഇഹ്റാമും ഇഹ്റാം കെട്ടുന്ന സ്ഥലങ്ങളും പറഞ്ഞു, അതിന്റെ മറ്റു വശങ്ങളും പറഞ്ഞു. ഇഹ്റാമിന്റെ 3 ഇനങ്ങളുണ്ട്. ഇത് പറയുന്നത് ഉംറക്ക് പോകുമ്പോഴും ഹജ്ജ് ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഹജ്ജിന് പോയ ആളുകൾ പിന്നെ ഇഹ്റാം കെട്ടുന്നവരുണ്ടാകും. അപ്പൊ 3 രീതികൾ കൂടി ഇവിടെ പറയാം. അത് ഹജ്ജും കൂടി ഉദ്ദേശിക്കുന്ന ആളുകളാണ്. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാം. ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾക്ക് 3 രീതികൾ. ഒന്ന്, തമത്തുൾ എന്ന് പറയും. തമത്തുൾ എന്ന വാക്കിനർത്ഥം സുഖമെടുക്കുക എന്നാണ്. സുഖമെടുക്കൽ എന്ന് പറഞ്ഞാൽ കുറെ ദിവസം ഇഹ്റാമിൽ നിൽക്കേണ്ടതില്ല. ആദ്യം ഉംറക്ക് ഇഹ്റാം കിട്ടുന്നു, ഉംറ ചെയ്ത് വിരമിക്കുന്നു, തഹല്ലുലാകുന്നു, സാധാരണ അവസ്ഥയിലേക്ക് വരുന്നു, ഇഹ്റാമിൽ നിന്ന് ഒഴിവായി. പിന്നെ ഹജ്ജിന്റെ അന്ന് വീണ്ടും ഹജ്ജിന് വേണ്ടി ദുൽഹിജ്ജ 8 ഇഹ്റാം കിട്ടുന്നു, എന്നിട്ട് ഹജ്ജ് പൂർത്തിയാക്കുന്നു, എന്നിട്ട് വീണ്ടും തഹല്ലുലാകുന്നു. അപ്പൊ അതിനിടയ്ക്ക് എന്താ ഒരു സുഖമുള്ള ദിവസം കിട്ടി എന്ന ഇഹ്റാമിലൊന്നല്ലാതെ സാധാരണ ജീവിതം. അങ്ങനെ ഒരു സുഖം എടുക്കുന്നത് കൊണ്ടാണ് തമത്തുൾ എന്ന് പറയുന്നത്. നബി ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇതാണ്. സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനത്തിൽ ഇത് ദാലിക ലിമല്ലം യകുൻ അഹ്ലുഹു ഹാലിരിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഹറമിന്റെ പരിധിക്കുള്ളിലുള്ള ആളുകൾ അല്ലാത്തവർക്കാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തമത്തുൾ എന്ന രീതി ഹറമിന്റെ പരിധിക്ക് പുറത്ത് താമസിക്കുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് ഖുർആൻ പറയുന്നു. ആ ദാലിക എന്ന് പറഞ്ഞാൽ ഇത് ഈ ആളുകളെ ഉദ്ദേശിച്ചാണ് എന്ന് ഈ ആയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽ ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മക്കക്കുള്ളിലുള്ള ആളുകൾ അല്ലാത്ത ആളുകൾ എന്ത് രീതിയാണ് സ്വീകരിക്കേണ്ടത്? തമത്തുവാണ് സ്വീകരിക്കേണ്ടത്. അതിനുള്ള അഭിപ്രായ വ്യത്യാസം എന്താ വെച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് സലഫി ഉലമാക്കളായ ഒരുപാട് ആളുകൾ പറഞ്ഞത് കാണാം. എന്നാൽ ഷെയ്ഖ് അൽബാനി ഈ ആയത്തുകളും മറ്റ് ഹദീസുകളും വെച്ചുകൊണ്ട് പറയുന്നത് നമ്മുടെ നാടിനെ പോലെ സൗദി അറേബ്യക്കോ ഹറമിന്റെ പരിധിക്ക് പുറത്തു നിന്നോ പോകുന്ന ആളുകൾ ബലിമൃഗത്തെ, അറക്കാനുള്ള മൃഗത്തെ കൂടെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, നമ്മളെ നാട്ടിൽ നിന്നോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ പുറത്തു വരുന്ന ആരെങ്കിലും ഒരാടിനെയും കൂട്ടിയിട്ട് പോവോ?
ഇല്ല, എന്നത് അസാധ്യമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇനി അവിടുന്ന് പോകുന്ന ആൾക്കാർ കൊണ്ടുപോകല്ല, അവിടുന്ന് വാങ്ങാന്നല്ലാതെ. അപ്പൊ അറക്കാനുള്ള മൃഗത്തെ കൂടെ കൊണ്ടുപോകുന്നില്ല, നമ്മൾ ഹറമിന്റെ ഉള്ളിലുമല്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ തമത്തുആയി ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് എന്നാണ് ഷെയ്ഖ് അൽബാനി പറയുന്നത്. അതാണ് പ്രമാണത്തോട് ഏറ്റവും യോജിച്ച ശരിയായ കാര്യം. എന്താ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പുറപ്പെട്ടു, കൂടെ ആയിരക്കണക്കിന് സഹാബികളുണ്ട്. ആ കൂട്ടത്തിൽ പല നിലക്ക് ഇഹ്റാം കെട്ടിയ ആളുകളുണ്ട്. ഹജ്ജിന് മാത്രം, ഹജ്ജിന് ഉംറക്കും രണ്ടും കൂടി ഒരുമിച്ച് ഒക്കെ ചെയ്ത ആളുകളുണ്ട്. മക്കയിലെത്തി മദീനയിൽ നിന്ന് ഉംറക്ക് മാത്രം പിന്നെ ഹജ്ജിനൊക്കെ ഇഹ്റാം കെട്ടിയ ആളുകളോട് മക്കയിലെത്തിയതിനു ശേഷം ഉംറയും കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടിനും കൂടി ഇഹ്റാം കെട്ടിയവർ ഇഹ്റാം മാറ്റണം, നിങ്ങൾ തഹല്ലുലാകുക, ഉംറയിൽ അവസാനിപ്പിക്കുക, സാധാരണ വേഷത്തിലേക്ക് പോവുക, ആരൊഴിച്ച് കൂടെ അറുക്കാൻ മൃഗത്തെ കൊണ്ടുവരാത്തവരല്ല. ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാണല്ലോ വന്നത്, ഇനി എന്തിനാണ് മാറ്റം വരുത്തുന്നത്? ഇഹ്റാമിൽ നിന്ന് ഒഴിവായി കുറച്ചു ദിവസം വേറെ സ്വന്തമായി ജീവിക്കരുത്, 4 ദിവസത്തെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ നബി ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 4 ദിവസം ഉംറ കഴിഞ്ഞ് ബത്ഹ, എന്നും മക്കത്ത് നമ്മൾ ബത്ഹ ഖുറൈശിൽ ആ സ്ഥലത്താണ് നബി 4 ദിവസം താമസിച്ചത്. അപ്പൊ ഇഹ്റാം എന്നൊക്കെ ഒഴിവായാൽ ഞങ്ങളുടെ കൂടെ ഭാര്യമാരുണ്ട്, ഭാര്യയും ഭർത്താക്കന്മാരുമാണ്. അപ്പൊ സ്വാഭാവികമായി ഞങ്ങളുടെ ചിന്ത ഭാര്യമാരിലേക്ക് പോകും, ഭാര്യമാർ ഭർത്താക്കന്മാരെ ആഗ്രഹിക്കും. ഇവിടെ വീടും താമസമൊന്നുമില്ല, ലോഡ്ജില്ല, ടെന്റ് കെട്ടി താമസിക്കുകയാണ്. അപ്പൊ ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നും. ഞങ്ങൾ അതിനല്ലല്ലോ വന്നത്. ഞങ്ങൾ ആ വികാരവുമായി, അല്ലെങ്കിൽ വികാരമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ലൈംഗിക സ്രവവും പുറപ്പെടുന്നവരായി ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജിന് പോവുകയോ? അവരെ ചിന്ത പോയി നോക്കൂ. നമ്മളാണെങ്കിൽ അത് 2 ദിവസം കണ്ടി 2 ദിവസം കിട്ടില്ല, അങ്ങനെ ജീവിക്കാനായിരിക്കും. പക്ഷെ സഹാബത്തിന് ചിന്തെന്താ? നമ്മൾ അള്ളാഹുവിന്റെ ഭവനം ഉദ്ദേശിച്ച്, ഹജ്ജ് ഉദ്ദേശിച്ച്, ഉംറ ഉദ്ദേശിച്ച് വന്നവരാണ്. അതിനിടയ്ക്കൊരു ലൈംഗിക ബന്ധം വേണ്ട, ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല നബിയെ, എന്തിനാണിത്, ഞങ്ങൾക്ക് അങ്ങനൊന്നും വേണ്ട എന്ന് നബി പറഞ്ഞു. പക്ഷേ നബി മക്കളെ വിളിച്ചു പറഞ്ഞു, ഭാര്യമാരെ വേറെ വിളിച്ചു പറഞ്ഞു, ബന്ധുക്കളെ വേറെ പറഞ്ഞു, എല്ലാവരോടും പൊതുവെ പറഞ്ഞു. അങ്ങനെ സ്വകാര്യമായും പൊതുവായും വേറെ വേറെ പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, മൃഗം കൂടെ കൊണ്ടുവരാത്തവർ ഇവിടെ നിന്ന് നിങ്ങളുടെ നിയ്യത്ത് മാറ്റണം, രണ്ടിനും കൂടി ഇഹ്റാം കെട്ടിയവർ മാറ്റുക. അപ്പൊ നിയ്യത്ത് മുറിക്കാന്ന് മനസ്സിലായില്ലേ? മാറ്റി എന്താക്കണം? നിങ്ങൾ തഹല്ലുലാകണം, സാധാരണ വേഷത്തിലേക്ക് പോകണം എന്ന് നബി കൽപ്പിച്ചു. നബിന്റെ കൽപ്പന സഹാബത്തൊക്കെ മടിച്ചെന്നെങ്കിലും മടിച്ചത് എതിർത്തുകൊണ്ടല്ല, അവരുടെ തഖ്വന്റെ അല്ലെങ്കിൽ അള്ളാഹുലേക്കുള്ള അടുപ്പത്തിന്റെ ഊക്കുകൊണ്ടാണ്. അങ്ങനെ നബി ചെയ്തു, അവരും സ്വീകരിച്ചു, സഹാബത്ത് അത് സ്വീകരിച്ചു, മൃഗം കൊണ്ടുവരാത്ത ആളുകളൊക്കെ. ഇതൊരു നിർബന്ധം എന്ന നിലയ്ക്ക് നബിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് ഇത് നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ തമത്വമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ പോകുന്ന സമസ്തയിൽ നിന്നും അത്തരം ആളുകളിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ കുറുക്കു വഴി സ്വീകരിക്കുന്നു. നിങ്ങൾ അന്വേഷിച്ചു കണ്ടി, ഇവരെ അറക്കൂല, അറവ് നടത്തൂല. അതിനെന്താ ചെയ്യാ? മക്കത്ത് താമസിക്കും, എന്നിട്ട് പിന്നെ ഹജ്ജിന്റെ മുമ്പായിട്ട് മദീനത്തേക്ക് പോകും. നേരത്തെ പോകുന്ന ആളുകൾ, വൈകി പോകുന്ന ആളുകൾ അതിനെ കണക്കാക്കി വന്ന് മദീന താമസിച്ചിട്ട് ഹജ്ജിന്റെ അടുത്ത ദിവസം കൊണ്ട് വരിക. അപ്പോ ഹജ്ജിനോടനുബന്ധിച്ച് നേരെ മിനയിലേക്ക് എത്താവുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിന്റെ 2 ദിവസം എത്താവുന്ന തരത്തിൽ ഇഹ്റാം കെട്ടി വന്ന്, എന്നിട്ട് സവാബും സഴിയും കഴിച്ച്, എന്നിട്ട് അവർ ഇഫ്രാദായി ഹജ്ജ് നിർവഹിക്കുന്നു. അപ്പൊ ഇഫ്രാദാക്കിയാൽ, ഹജ്ജ് മാത്രാക്കിയാൽ എന്തായി? ഒരറവ് ലാഭം കിട്ടും. ലക്ഷങ്ങൾ മുടക്കിപ്പോകുന്ന ഇവന് 400 റിയാൽ 500 റിയാലിന്റെ ആടിനട് അറുക്കാൻ പിശുക്ക് കാണിച്ചിട്ട് നബി പറഞ്ഞതിനെതിരായിട്ട് കാര്യം ചെയ്യുന്നു. ഇതാണെന്ന് പോകുന്ന പല ആൾക്കാരും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? രണ്ടും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രമാണത്തോട് ഏറ്റവും യോജിക്കുന്നത് മൃഗം കൊണ്ടുപോകാത്ത ഹറമിന്റെ പരിധിക്ക് പുറത്തുള്ള ആളുകൾ എന്നുള്ള നിലക്ക് പ്രമാണത്തോട് യോജിക്കുന്നത് തമത്വമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ, മക്ക വഴി പോകുന്ന ആളുകൾ, മദീന വഴി പോകുന്ന ആളുകളാണെങ്കിലും ചെയ്യേണ്ടത് തമത്വയുടെ രീതിയാണ്. ഇഹ്റാം പ്രവേശിക്കുക, ഉംറ നിർവഹിക്കുക, പിന്നെ ഹജ്ജിലേക്ക് കടക്കുക, പകരം അറുക്കുക. 196 സൂറത്തുൽ ബഖറന്റെ ആയത്ത്, അത് കൂടുതൽ വിശദീകരണത്തിൽ പഠിക്കുക, അത് ശേഷം പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഖിറാൻ. ഖിറാൻ എന്ന് പറഞ്ഞാൽ കറന എന്ന വാക്കിനകത്ത് ഒരുമിച്ചാക്കാൻ ചേർത്ത് വെക്കും. കന്നുകൂട്ടുന്ന ആളുകൾ 2 മൂരിനെ വെച്ചിട്ട് അതിന്റെ തോളിൽ കാളവണ്ടിക്ക് ഒരു സാധനം പിടിപ്പിക്കൂലേ, മുഖം, അതിനെ വാക്ക് ഉപയോഗിക്കും ഖിറാൻ, ചേർത്ത് നിർത്തുന്നത്. അപ്പൊ ഹജ്ജിനെയും ഉംറയെയും രണ്ടിനും ഒരുമിച്ച് ഇഹ്റാം കെട്ടുന്നു, ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ആ നിയ്യത്തോടുകൂടി മക്കയിലെത്തുന്നു, എന്നിട്ട് തവാഫ് നിർവഹിക്കുന്നു. ഉംറന്റെ ഭാഗമായുള്ള തവാഫ്, അത് ചെല്ലുമ്പോഴുള്ള തവാഫ്, രണ്ടും കൂടി ഒരുമിച്ച് തവാഫ് നിർവഹിക്കുന്നു, സഴിയും നടത്തുന്നു. എന്നിട്ട് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നില്ല, കാരണം രണ്ടും ഒരുമിച്ചാണ്. തഹല്ലുലില്ല, മുടി വെട്ടണ്ട, മുടി കളയും വേണ്ട, അങ്ങനെ തന്നെ. എന്നിട്ട് ഹജ്ജിന്റെ ദിവസമാകുമ്പോൾ വേറെ ഇഹ്റാം കെട്ടേണ്ടതില്ല, ഇപ്പൊ ഇഹ്റാമിലാണ്, ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ്, ഇഹ്റാമിന്റെ മര്യാദകളിലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 8-ാം തീയതി ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു.
ഹജ്ജ് പൂർത്തിയാക്കുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ ഭാഗമായുള്ള ഇഫാദയുടെ ഒഴുക്കിന്റെ തവാഫ്, അതാണ് തവാഫുൽ ഇഫാദ. ആ ഇഫാദയുടെ തവാഫ് കൂടി അത് ഹജ്ജിന്റെ ഭാഗം അതുകൂടി നിർവഹിച്ച് സഅയ് ആദ്യം ചെയ്തത് മതിയാക്കാം. അങ്ങനെ അവർ കർമ്മം. അപ്പൊ എന്താ ഇവിടെ ഒരു കർമ്മം പണിയൊന്ന് എന്താ അധികം വരുന്നത്? ഒരു തവാഫ് അധികം വരുന്നുണ്ട്. അത് ഉംറ ചെയ്യുന്ന ആൾക്ക് കിട്ടും. അതുപോലെ ബൽക്കൊരു തവാഫ് ഉണ്ട്. സഅയ് രണ്ടെണ്ണമാണ് ഇവിടെ, ഒന്ന് മതി വേണമെങ്കിൽ. അങ്ങനെ അതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. ഇവന് അറക്കണം. മൂന്നാമത്തേത് ഇഫ്രാൻ. ഇഫ്രാൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാക്കാന്നാണ്. എന്നാൽ ഹജ്ജ് മാത്രം ചെയ്യുക. അയാള് ഗൾഫിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ അങ്ങനെയാ പോവുക. സൗദിയിൽ നിന്ന് വരുന്നതും പുറത്തു വരുന്നതൊക്കെ ആ ലാസ്റ്റ് സമയത്തേക്ക് എത്തുന്നു. 7-ന് 6-നൊക്കെ എത്തിയിട്ട്, അല്ലെങ്കിൽ എന്നാണോ എയർപോർട്ട് ബന്ധാക്കുന്നത് അതുവരെ ബന്ധാക്കാനാൽ ഹാജിമാർ സ്വീകരിച്ച് നിർത്തുക, ഹജ്ജ് പ്ലേറ്റ് നിർത്തുക. ആ സമയത്ത് വന്നിട്ട് അവര് ഹജ്ജിന് മാത്രം ഇഹ്റാം കിട്ടുന്നു. ഹജ്ജിന്റെ കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി. അപ്പൊ അവര് വരുമ്പോൾ ഒരു തവാഫ് നിർവഹിക്കുന്നു, തവാഫുൽ ഖുദൂം. പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഹജ്ജിന്റെ കർമ്മമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? തവാഫുൽ ഇഫാദ നിർവഹിക്കുന്നു. അവരും രണ്ടാമത് സഅയ് നടത്തേണ്ടതില്ല, ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ തവാഫിന്റെ ശേഷം സഅയ് കൂടി നടത്തുന്നു. ഇവിടെ ഒരൊറ്റ കർമ്മേ ഉള്ളൂ, ഒരു നിയ്യത്തും. ഇവർ എന്ത് ചെയ്യേണ്ടതില്ല, ഇഫ്രാദ് മാത്രമാണ്. കാരണം അവർക്കൊരു സുഖം എടുക്കലുണ്ടാകുന്നില്ല. മറ്റു രണ്ടുകൂട്ടർക്ക് 2 ആനുകൂല്യം കിട്ടുന്നുണ്ട്. ഈ 3 രീതികളുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം പറഞ്ഞ തമത്തു എന്ന് പറയുന്നത്. ഇനി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ലാത്ത കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ചില ഹറാമുകൾ ഉണ്ടാകും. ചില കാര്യങ്ങൾ ഹറാമായി തീരുന്നു, ഹലാൽ എന്നെ ഹറാമായി തീരും. അതെന്തൊക്കെയാണ്? പെട്ടെന്ന് പറഞ്ഞു പോകാം. 1, തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. തുന്നിയ വസ്ത്രം തന്നെ ആൾക്കാർ മനസ്സിലാക്കിയത് മൂട്ടിയത്, അടിച്ചത്, വക്കടിച്ചത്, അല്ലെങ്കിൽ തുന്നിയ ചെരുപ്പ്, തുന്നിയ ബാഗ്, തുന്നിയ ബെൽറ്റ്, ഇതൊന്നും ധരിക്കാൻ പാടില്ലതാണ്. അതൊക്കെ തെറ്റാണ്. തുന്നിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ ആകൃതിയിൽ തുന്നിയുണ്ടാക്കിയ വസ്ത്രം എന്നാണ്. കുപ്പായം, ബനിയൻ, ജഡ്ഡി, പാന്റ്, അതുപോലുള്ള, അത് പുരുഷന്മാരെ പറ്റിയാണ് പറയുന്നത്. ഇതുപോലെ ശരീരത്തിന്റെ ആകൃതിയിൽ തുന്നിയുണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജഡ്ഡി പാടില്ല, ബനിയൻ പാടില്ല. 2 തുണികൾ പുരുഷന്മാർ, ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും. ഇന്നിപ്പോ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമായിരിക്കും. ജഡ്ഡി ഉടുക്കാതെ എങ്ങനെ നടക്കും? ഇന്ന് നമ്മളെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുമ്പോൾ പാന്റ് ജഡ്ഡി എടുത്തുകൊടുക്കാൻ തുടങ്ങാൻ, കളിക്കാൻ പോകുമ്പോൾ ബർമുട അത് തുണി തന്നെ സാധനം തന്നെ കണ്ടില്ല. തുണി ഉടുക്കാൻ അറിയാത്തവരാണ് നമ്മുടെ മക്കൾ. അപ്പൊ ഈ തുണി ഉടുക്കാൻ അറിയാത്തവന് തരയിൽ ഉടുക്കാൻ കിട്ടൂല. അപ്പൊ അവർ ബേജാറുണ്ട്, ജഡ്ഡി ഉടുക്കാതെ ഇത്രയും ദിവസം എങ്ങനെ നടക്കുക? ഹജ്ജിന്റെ സമയത്താണെങ്കിൽ ചുരുങ്ങി 6 ദിവസം നിൽക്കണ്ടേ? ഉംറക്കാണെങ്കിൽ 1-2 ദിവസം നിൽക്കണം. അപ്പൊ ഇത്രയും ദിവസം ജഡ്ഡി എടുക്കാതെ, കുപ്പായിടാതെ, ബനിയനിടാതെ എങ്ങനെ നടക്കും? അങ്ങനെയാണ് ഏത് പൈസക്കാരനും പൈസ ഇല്ലാത്തവനും ഏത് നാട്ടിലെ വേഷക്കാരനും ഒരേ വേഷം. അപ്പൊ ആ തുണിയും ഒരു മുണ്ടും. അപ്പോ തുന്നിയത് പാടില്ല എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത ശരീരത്തിന്റെ ആകൃതിയിൽ തുന്നിയതല്ലാത്തൊക്കെ പറ്റും. അപ്പൊ ബെൽറ്റ് ധരിക്കാം. ബെൽറ്റ് നിങ്ങൾ കടയിൽ പോയാൽ പ്രസ് ബട്ടൺ വെച്ച ബെൽറ്റ് കിട്ടും. തുന്നില്ലാത്ത ചെരുപ്പ് കിട്ടും. തുന്നില്ലാത്ത ബാഗ് കിട്ടും. ഇതൊക്കെ കച്ചവടക്കാരുണ്ടാക്കിയതാണ്. കച്ചവടക്കാർ പണ്ടല്ല, ആരോ പറഞ്ഞു കൊടുത്തതാ. അപ്പൊ തുന്നിയ ബെൽറ്റ് പറ്റും, തുന്നിയ അരപ്പട്ട പറ്റും, തുന്നിയ ബാഗ് പറ്റും, തുന്നിയ ചെരുപ്പ് പറ്റും. അതൊന്നും നബി വിലക്കിയപ്പെട്ടതല്ല. കണ്ണട ധരിക്കാം, ബാഗ് പറ്റും, പേഴ്സ് കൊണ്ടുപോകാം. തുന്നിയ പേഴ്സാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞത് പാടില്ലാത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വിലക്കിയതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖുമുസ്, കമീസ് ധരിക്കാൻ പാടില്ല. കമീസ് പറഞ്ഞാൽ പെണ്ണുങ്ങൾ അടിയിലിടുന്ന കമീസ് അറിയും. കമീസ് അറബി വാക്കാണ്, അതിന്റെ ജമ്മാണ് ഖുമുസ്. വസ്ത്രം, ഷർട്ട് എന്നതിനർത്ഥം. പുരുഷന്മാർ ഷർട്ട് ധരിക്കരുത്. അമായിം, തലപ്പാവ് പാടില്ല, തൊപ്പി പാടില്ല. തലപ്പാവ് ഏത് പോലത്തുള്ള, തൊപ്പി ഏത് പോലത്തുള്ള, തല മൂടുന്നത് പാടില്ല. കളസം പാടില്ല, എന്നാൽ പാന്റ് ട്രൗസർ പോലത്തെ പാടില്ല. ബറാനീസ് പാടില്ല. ഇതൊക്കെ ഹദീസ്. ബറാനീസ് എന്നാൽ ചില രാജ്യക്കാരും തണുപ്പ് കാലത്ത് ധരിക്കുക, കുപ്പായവും കുപ്പായത്തിന്റെ മുകളിലൊരു തൊപ്പി ഉണ്ടാവും, കണ്ടില്ലേ? 2 കൂടി തൊപ്പി അടക്കമുള്ള, പിന്നെ ഈ തണുപ്പ് കാലത്തേക്ക് ധരിക്കുന്നത് പോലെ അല്ലാത്ത കാലത്തും ധരിക്കും ചില രാജ്യത്ത് ആണ് ബുർനുസ്, ബറാനീസ്. പിന്നെ സോക്സ് ധരിക്കരുത്. ചെരുപ്പ് ധരിക്കാം. ചെരുപ്പില്ലാത്തവന് സോക്സ് ധരിക്കാം. നിര്യാണിക്ക് താഴെ മുറിക്കട്ടെ എന്ന് ഈ ഹദീസ് പറയുന്നുണ്ട്. വേറെയും അളവ് ആവശ്യത്തിൽ കാണാൻ പറ്റും. പിന്നെ അപ്പൊ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം. എന്നാൽ എന്ത് പറ്റും? തൊപ്പി പറ്റൂല, പക്ഷെ കൊട പിടിക്കാം. കാരണം എന്താ? തലേതോടുണ്ടോ? ഇല്ല. അപ്പൊ കൊട പറ്റും. ടെറസിന്റെ തണല് കൊള്ളാം. വണ്ടിക്ക് റൂഫ് ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ നിൽക്കാം. അതൊന്നും കുഴപ്പമില്ല. ഇതെന്തുകൊണ്ടെങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇത് പാടില്ല എന്ന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. ഹജ്ജിന് പോകുമ്പോൾ കാണാം, ഷിയാക്കൾ വന്നാൽ മേൽഭാഗം പൊളിച്ച ബസ്, അങ്ങനെ സീറ്റ് കുതിന് കാറ്റ് കൊണ്ടുപോകണം. ഇവിടെ ചില ചെക്കന്മാരുള്ള പറപ്പിക്കുന്ന ജീപ്പ്. അപ്പൊ എന്താ? അത് തമാശക്കല്ല. തലമറക്കാൻ പാടില്ല എന്ന ഹദീസ് കൊണ്ട് അവർ മനസ്സിലാക്കി എന്താ? കൊട ചൂടാൻ പാടില്ല, തണല് കൊള്ളാൻ പാടില്ല, മേൽപ്പറന്റെ ചൂട്ടിൽ നിൽക്കാൻ പാടില്ല. അപ്പൊ ബസ്സിന്റെ വാഹനത്തിന്റെ മേൽപ്പറം എടുത്ത് കളിയാ, എന്നിട്ട് തുറന്ന വണ്ടി പോകും. അത് ആഡംബരത്തിന് പോകണല്ല, അവർ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടാണ്. അതൊക്കെ പറ്റും. അപ്പൊ തലയിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള മറ പാടില്ല എന്നേ ഉള്ളൂ. പിന്നെ 3,
മുടി കളയാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല. അതിനാ നേരത്തെ പറഞ്ഞത് പുര പോകുമ്പോ ചെയ്യുന്നുണ്ട്. ഇഹ്റാം പ്രവേശിച്ചാൽ പിന്നെ എന്ത് ചെയ്യരുത്? മുടി വെട്ടലോ വടിക്കലോ പാടില്ല. സൂറത്തുൽ ബഖറ 196 ആയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇഹ്റാമിൽ കയറിയതിന് ശേഷം നഖം വെട്ടാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞ ഹദീസിൽ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം, നിങ്ങൾ സഅഫറാനോ വർസോ സ്പർശിച്ച വസ്ത്രം ധരിക്കരുത്. സഅഫറാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമം. നമ്മുടെ നാട്ടിലുണ്ട് കാശ്മീരി കുങ്കുമൊക്കെ. ആ സഅഫറാൻ കുങ്കുമം എന്ന് പറഞ്ഞാൽ കുങ്കുമം ഒരു സുഗന്ധ വസ്തുവാണ്. അത് മണമുള്ള സാധനമാണ്, അതിന്റെ നിറം മാത്രമല്ല. അപ്പൊ ആ സുഗന്ധം സഅഫറാനോ വർസ് എന്ന് പറഞ്ഞാൽ അതൊരു വർസ്. അത് ഞാനിപ്പോ എഴുതിയ പുസ്തകത്തിൽ ഒരു കാര്യം തെറ്റാണ് എനിക്ക് പിന്നെ മനസ്സിലായി. ഇവിടെ മഞ്ഞൾ പോലുള്ള ഒരു ചായം, അങ്ങനെ വിശേഷിച്ച പണ്ഡിതന്മാരുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ഇതിൽ അങ്ങനെ പരിഭാഷപ്പെടുത്തിയത്. പക്ഷെ ഇനി ഉള്ളതിൽ അത് തിരുത്തണം. ഞാൻ ഏതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. വർസ് എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള ഒരു ചെടിയാണ്. അപ്പൊ ആ നിറമല്ല ഉദ്ദേശിക്കുന്നത്. ആ ചെടി കൊണ്ട് ചായം മുക്കിയാൽ എന്തുണ്ടാവും? സുഗന്ധമുണ്ടാകും. അപ്പൊ സുഗന്ധദ്രവ്യങ്ങളോ സുഗന്ധ ചായങ്ങളോ പുരട്ടാൻ പാടില്ല. ഇഹ്റാം കയറിയാൽ സുഗന്ധം പാടില്ല. ഇഹ്റാം പ്രവേശിക്കുമ്പോൾ ശരീരത്തിൽ സുഗന്ധം പുരട്ടാം കുളിച്ചിട്ട്. ഇഹ്റാമിന്റെ തുണിയിലോ ഡ്രസ്സിലോ പറ്റൂല. ആണിന് പറ്റൂല, പെണ്ണിന് പറ്റൂല. ശരീരത്തിൽ പറ്റും. പക്ഷെ സ്ത്രീക്ക് എന്താണ്? സ്ത്രീക്ക് ഇഹ്റാമിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ എവിടെയാണെങ്കിലും സ്ത്രീയുടെ സുഗന്ധം മണമില്ലാത്തതും പുരുഷന്റെ സുഗന്ധം മണമുള്ളതും നിറമില്ലാത്തതുമാണ് നബി പറഞ്ഞ കാണാം. മണമുള്ളത് പെണ്ണിന് എവിടെയും പറ്റൂല. നിങ്ങളെ വീട്ടിൽ പറ്റും, പുതിയാപ്പിളിന്റെ അടുത്ത് അറേ പറ്റും, അന്യ പുരുഷന്മാരില്ലാത്തടത്ത് പറ്റും. മക്കളെടുത്ത് നിങ്ങൾക്ക് സ്പ്രേ ഒക്കെ അടിച്ച് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കുറച്ച് കളറൊക്കെ കൂട്ടി സെന്റൊക്കെ അടിച്ചിട്ട് നടക്കാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് പാടില്ല. എവിടെ പോവുകയാണെങ്കിൽ അന്യന്മാരുടെ ഇടക്കിലേക്ക് പോകാൻ പാടില്ല. അവർ വേശ്യകളാണ്. എന്റെ വാക്കല്ല, ഹദീസിലെ വാക്കാണ്. അവർ വ്യഭിചാരിണികളാകുന്നു. ഹദീസാണ്, ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഇഹ്റാമിൽ മാത്രം ബന്ധപ്പെട്ടതല്ല. പിന്നെ വേട്ടയാടൽ. ഇപ്പൊ കരയിൽ കൂടിയോ കടലിൽ കൂടിയോ കപ്പലിൽ പോകുമ്പോ ചൂണ്ടലിൽ മീൻ പിടിക്കുക, അല്ലെങ്കിൽ കരയിൽ വേട്ടയാടാൻ പാടില്ല. ഇന്നതിനെ പോലും സാഹചര്യമല്ല. പക്ഷേ വേട്ടയാടി ഒരാൾ കൊണ്ടുവന്നാൽ നമുക്ക് തിന്നാം. നമ്മൾ പറഞ്ഞിട്ടാകരുത്, നമ്മൾ കൽപ്പിച്ചിട്ടാകരുത്, നമ്മൾ സഹായിച്ചിട്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചൊരു കാര്യം, വലിയ തിമിംഗലത്തെ പിടിച്ച സംഭവം ഹജ്ജിന്റെ യാത്രയിൽ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. 2 ടീമായിട്ട് പോയി. ഒരു ടീം കരയിലൂടെ വന്ന് വേറെ സ്ഥലത്ത് നബിയുടെ അടുക്കലെത്തി. വിശദീകരിക്കുന്ന ഹദീസ്. അവിടെ അത് തിന്നു. അത് വേറൊരാൾ വേട്ടയാടിയതാണ്, ഇഹ്റാമിൽ അല്ലാത്ത ഒരാൾ. അപ്പൊ അങ്ങനെ പക്ഷേ ഇവരാരും കൽപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ സഹായിക്കുകയോ കണ്ടവർ അതാ പോകുന്നു എന്ന് പറയുകയോ പോലും ചെയ്തില്ല. നീണ്ട ഹദീസാണ്. അതില്ലാത്തത് കൊണ്ട് തിന്നാൻ പറ്റും. അതാ പിടിച്ചോ, അതാ പോണ എന്ന് ഒരു അമ്പയ്യ് എന്ന് പറയുകയോ നമ്മൾ കൂടിക്കുകയോ ചെയ്താൽ തിന്നാൻ പാടില്ല. അതല്ലാത്ത നിലക്ക് വേറൊരാൾ വേട്ടയാടി കൊണ്ടുവന്ന് നമുക്ക് തിന്നാം. പക്ഷെ നമ്മൾ അതിനെ സഹായിക്കാൻ പാടില്ല, അങ്ങനെ തിന്നാൻ പാടില്ല. 7 വിവാഹ അന്വേഷണം പാടില്ല. വിവാഹം നിക്കാഹ് നടത്താൻ പാടില്ല. കാരണം എന്താ? ഇതൊക്കെ അവിടെ കല്യാണം നടക്കലുണ്ട്, ഇഹ്റാമിലല്ലാതെ. അറബ് കാണലുണ്ട്. അറബിൽ വെച്ച് പള്ളിയിൽ നിക്കാഹ് എടുക്കണം കണ്ടിട്ടുണ്ട്. ഇഹ്റാമിൽ അല്ലാത്തപ്പോൾ പറ്റും. കാരണം പല നാട്ടുകാരും വരുന്നു, പല രാജ്യക്കാരെയും കാണാം. അപ്പൊ നമുക്ക് അയാളെ കല്യാണം കഴിച്ച തിരക്കല്ല, ഈ പെണ്ണിനെ കല്യാണം കഴിച്ച കാട്ടില്ല, ഒന്ന് അന്വേഷിച്ച് നോക്കിയ തിരക്കില്ല, അങ്ങനെയൊക്കെ തോന്നിയാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതവിടെ പാടില്ല. ഇഹ്റാമിൽ കല്യാണം അന്വേഷണം പാടില്ല, നിക്കാഹ് നടത്താൻ പാടില്ല. 8 അവിടെ വെച്ച് കല്യാണം പാടില്ല, നിക്കാഹും പാടില്ല. ഇനി പെണ്ണ് കല്യാണം കഴിച്ചു പോയ ആൾക്കാരോ ഇഹ്റാമിലായിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നത് വരെ. സൂറത്തുൽ ബഖറ 197 നേരത്തെ പറഞ്ഞത്. ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കിയാൽ ഫല റഫത വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജി. ഇവിടെ പറഞ്ഞ റഫത്ത് എന്നതിന് പല അർത്ഥമുണ്ട്. ലൈംഗികമായ വാക്ക് എന്നർത്ഥമുണ്ട്, അശ്ലീല സംസാരങ്ങൾ എന്നർത്ഥമുണ്ട്, അന്യ പെണ്ണുങ്ങളുടെ അടുക്കൽ വെച്ച് അശ്ലീല ലൈംഗിക സംസാരങ്ങൾ നടത്തുക എന്നർത്ഥമുണ്ട്, ലൈംഗിക ബന്ധം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ഇത് പാടില്ല. അപ്പോ ലൈംഗിക ബന്ധമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പാടില്ല എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. 9 തർക്കം പാടില്ല. തർക്കം എന്നാല് ഒരാൾ തെറ്റ് ചെയ്യുന്നു, വിധേയത്ത് ചെയ്യുന്നു, സുന്നത്തിനെതിരായി ചെയ്യുന്നു, അത് ചെയ്യല്ലത് ചെയ്യലെന്നാണെന്ന് പറയാൻ പാടില്ല എന്നതിനർത്ഥമല്ല. അനാവശ്യമായ തർക്കം പാടില്ല. ഷെയ്ഖ് ഉദൈമീൻ അതിനെ വിശദീകരിച്ചത് ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തർക്കം അവിടെ നടത്തരുത്, അത് വേറെ നടത്തിക്കോളി. കാരണം അതൊരു ആവശ്യമുള്ള വിഷയമല്ല, അനാവശ്യമായ ചർച്ചയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു കാണാം. ഒരാൾ പറയാണ് ഞാൻ അയാൾ അവിടെ കണ്ടു, മറ്റോ പറഞ്ഞല്ല ഞാൻ അവൻ അവിടെ അല്ല ഇവിടെ കണ്ടു. എന്നിട്ട് അതിന് തർക്കിക്കുക. ഇത് ദീനായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ല. നേരെ മറിച്ച് ഒരുത്തൻ സുന്നത്തിനെതിരായി ചെയ്യുന്നു, വിധേയത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നു, അതിനുവേണ്ടി അവിടെ തർക്കം നടത്തേണ്ടി വന്നാൽ തർക്കം നടത്താം. എവിടെ? ഇഹ്റാമിലോ ഹജ്ജിന്റെ സ്ഥലങ്ങളിലോ ഹജ്ജിലായിരിക്കയോ പറ്റും. അത് ഭൗതികമല്ല, മതപരമായ കാര്യമാണ്. ഇവിടെ ഉദ്ദേശിച്ചത് ജിദാല് പാടില്ല എന്നാൽ അനാവശ്യമായതോ ദീനുമായി ബന്ധപ്പെടാത്തതോ ആയ തർക്കം പാടില്ല. നേരത്തെ പറഞ്ഞ അതേ ആയത്തന്നെ. 10 ഹറമിന്റെ പവിത്രതകൾ കളങ്കപ്പെടുത്താതിരിക്കുക. അവിടെ വെച്ച് ജീവികളെ കൊല്ലാതിരിക്കുക, മരം മുറിക്കാതിരിക്കുക, ചെടികൾ പറിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മക്കയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പവിത്രതകൾ എന്ത് ചെയ്യരുത്? ഹറമിന്റെ പരിധിക്കുള്ളിൽ ചെയ്യരുത്, ഇഹ്റാമിലായിരിക്കുമ്പോഴും ചെയ്യാൻ പാടില്ല. 11 സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകമായ ഒരു കാര്യം. അത് സ്ത്രീകൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ
നിഖാബ് ധരിക്കാൻ പാടില്ല, കയ്യുറ ധരിക്കരുത്. അപ്പോ മുഖം മറക്കുന്ന, മുഖത്തിൽ കെട്ടിമറക്കുന്ന, അതിനാണ് നിഖാബ്. ആ പദം എവിടുന്ന് വന്നു, എന്തുകൊണ്ട് പോയി കൂടെ വേറെ ചർച്ചയാണ്. വലാ തന്തഖിബിൽ മർഅത്തുൽ മുഹരിമത്തു, ഇഹ്റാമിലുള്ള പെണ്ണ് നിഖാബ് ധരിക്കാൻ പാടില്ല. നിഖാബ് എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്ന കഷ്ണത്തിന് പറയുന്ന പേരല്ല. ഇപ്പൊ തട്ടം മേലക്കൂടി ഇങ്ങോട്ട് താത്തിട്ടു, അല്ലെങ്കിൽ തലയിൽ ഒന്നായിട്ട് ഇങ്ങനെ കൊളത്തിയിടുന്ന അറബികളും ഇറാനി പെണ്ണുങ്ങളൊക്കെ ധരിക്കുന്ന ഒന്നായി മൂടുന്ന വസ്ത്രമുണ്ട്. അതിങ്ങനെ എടുത്തിട്ട് നമ്മള് ഈ വേറെന്തെങ്കിലും ഇടുന്ന മാതിരി ഇങ്ങനെ ഒന്നായിട്ട് കൊട്ടാ മതി, ആടെ ഒന്നോളൂ. ഇവിടെ ഒന്നും ഒരു സാധനമില്ല, തട്ടവും താഴോട്ടുള്ളതും കുപ്പായം കൂടി ഒരുമിച്ചുള്ളത്. അപ്പൊ ഇങ്ങനെ എടുത്ത് തലയെ കാട്ടാൽ മുഖമടക്കം മൂടി, അങ്ങനെയുള്ള വസ്ത്രമുണ്ട് ജിൽബാബ്. അപ്പൊ അതിന്റെ ഒരു കഷ്ണം മക്കനന്റെ ഭാഗോ തട്ടത്തിന്റെ ഭാഗോ ഇതിലെങ്ങനെ മുഖത്തൂടി ഇറങ്ങി കിടക്കുന്നു, അത് ഇസ്ലാം വിലക്കിയിട്ടില്ല. അത് നബിന്റെ സഹാബത്തിന്റെ ഭാര്യമാരും ചെയ്തിരുന്നു. ഞങ്ങൾ മുഖം തുറന്നിടും, അന്യപുരുഷന്മാരെ കാണുമ്പോൾ ഞങ്ങൾ മുഖം മറക്കാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ തട്ടം കൊണ്ടോ മക്കനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ടോ അത് അനുവദിക്കപ്പെട്ട ശ്രേഷ്ഠമായ കാര്യമാണ്. ഇഹ്റാമിലാണെങ്കിലും അത് പറ്റും. പക്ഷേ എന്ത് പാടില്ല, വ്യക്തമായി മനസ്സിലാക്കണം, നിഖാബ് പാടില്ല. നിഖാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് കെട്ടി മുഖം മറക്കുന്ന കഷ്ണമാണ്. അതിനാണ് നിഖാബ്. ഓട്ടുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും, ഓട്ടുള്ളത് കൊണ്ടാണ് നിഖാബ് എന്ന് പേര് വന്നത്, അങ്ങനെയും ആളുകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും മുഖത്ത് തൊട്ട് നിൽക്കുന്ന, പിന്നെ വെച്ച് കെട്ടുന്നത് പാടില്ല. വെച്ച് കെട്ടാതെ തൂങ്ങിക്കിടക്കുന്ന മുഖത്ത് തട്ടിയാലും പ്രശ്നമില്ല എന്നർത്ഥം. ഇതൊക്കെ ഒരുപാട് ഫത്വകളിലും കാര്യങ്ങളിലും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഹറമിൽ പോയാൽ നമുക്ക് കാണാം, ചില പെണ്ണുങ്ങള് മറ്റേ ഈ എയർ ബാൻഡ് ഉണ്ടല്ലോ, എയർ ബാൻഡ് പോലെ ഒരു സാധനം ഇങ്ങോട്ട് മുന്നോട്ട് തള്ളിയിട്ട് ഇങ്ങനെ തലയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ സാധനം ഉണ്ട്, ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അതിന്റെ മേലെ കൂടി തുണിയിടുക. അതെന്തിനാ? നിഖാബ് ഇല്ല, എന്നാൽ മുഖം മറയണം. അപ്പൊ അതിന് ഇങ്ങനെ സാധനം പുതിയ കണ്ടുപിടിച്ചാൽ എയർ ബാൻഡ് കുറച്ച് മുന്നോട്ട് തള്ളിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ ഈ വക്കുള്ള തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പി പോലെ സാധനം വെക്കുക, എന്നിട്ട് അതിന്റെ മേൽ കൂടി കഷ്ണം തൂക്കിടുക. അത് വേണ്ട. അത് പണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തൊട്ടിങ്ങോട്ട് പല പണ്ഡിതന്മാരും അത് വിലക്കി. സലഫുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഓല കാലത്തുണ്ടല്ലോ ഒരു വടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന് സാധനം അല്ലെങ്കിൽ ഒരു വടി ഇങ്ങനെ വെച്ച് വളച്ചു കെട്ടിയിട്ട് ഓൽക്കും അങ്ങനെ തുണിട്ടൂടെ. അപ്പൊ അങ്ങനെ നബിന്റെ ഭാര്യമാരോ സഹാബത്തോ ചെയ്തിട്ടില്ല. അത് സലഫുകളുടെ മാർഗമല്ല. അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പൊ അത്രത്തോളം പോണ്ട. എന്ത് ചെയ്താൽ മതി? ഒരു കഷ്ണം അങ്ങനെ തൂക്കിട്ടുള്ളി, അപ്പൊ ഒരു സാധനം പിടിപ്പിക്കേണ്ട, നിഖാബും ധരിക്കേണ്ട. അതാണ് എന്റെ അനുവദീയമായതും പാടില്ലാത്തതുമായ വശം. ഇഹ്റാമിൽ സുന്നത്തായ കാര്യങ്ങൾ, അതായത് മീഖാത്തിൽ വെച്ച് ആളുകൾ ചെയ്യുന്നു എന്നത് വേണ്ടതില്ല. പൂമ ചെയ്യല്ലേ, മുടി വെട്ടുക, മീശ വെട്ടുക, ഗുഹ്യരോമങ്ങൾ കളയുക, നഖം മുറിക്കുക, അതൊന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. അത് നേരത്തെ ചെയ്യേണ്ടതാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് ഇതിന്റെ സുന്നത്തല്ല. പിന്നെ ഇഹ്റാമിന്റെ ഭാഗമായി ചില ആളുകൾ ചെയ്യുന്നത് ഇഹ്റാമിന്റെ സുന്നത്ത് എന്നവർക്ക് 2 റക്അത്ത് നിസ്കരിക്കും. ഒരൊറ്റ ഹദീസിലും ഇഹ്റാമിന്റെ ഭാഗമായി 2 റക്അത്ത് നമസ്കരിക്കാൻ നബി കൽപ്പിച്ചിട്ടില്ല. ഒരു തെളിവും അതിനില്ല. സാധാരണ ആളുകൾ ചെയ്യുന്നു ഇഹ്റാമിന്റെ 2 റക്അത്ത്, ഇഹ്റാം പ്രവേശനശേഷം 2 റക്അത്ത് നിസ്കാരം. എന്നാൽ ഒരാൾക്ക് ഇഹ്റാം കിട്ടുന്നു, എന്നിട്ട് അടുത്ത് പള്ളിയുണ്ട്, അയാൾക്ക് പള്ളി കയറേണ്ടി വല്ല ആവശ്യമുണ്ടെങ്കിൽ പള്ളി കയറി തഹിയ്യത്ത് നിസ്കരിക്കാം. ഇനി അയാൾ ഒളു എടുത്തിട്ടുണ്ട് എങ്കിൽ ഒളുവിന്റെ സുന്നത്ത് നിങ്ങൾക്ക് 2 റക്അത്ത് നമസ്കരിക്കാം. ഫർദ് നമസ്കരിക്കേണ്ട സമയമാണെങ്കിൽ ജമാഅത്തായോ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നതോ ആണെങ്കിൽ ആ ജമാഅത്തിലോ ഇനി ഒറ്റക്കാണെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി ആൾക്കാർ അവിടെ ഫർദ് നിസ്കരിക്കാം. അവിടെ സുന്നത്ത് ഫർദിന്റെ കൂടെ റവാത്തിബില്ലേ, യാത്രയിലാണല്ലോ. അപ്പൊ ഇങ്ങനെ 3 വകുപ്പ് നിസ്കരിക്കാനുണ്ട്. അല്ലാതെ ഇഹ്റാമിന്റെ ഭാഗം എന്നുള്ളവർക്ക് ഒരു സുന്നത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹുലൈഫ എന്ന് പറയുന്ന അബിയാറു അലി എന്ന മദീനയിലെ മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാം കെട്ടിയത്. ആ ഇഹ്റാമിൽ അതിന്റെ ഭാഗമായി നബി നിസ്കരിച്ചിട്ടില്ല. നബി തലേന്ന് വന്നു, രാത്രി അവിടെ താമസിച്ചു, പിറ്റേന്ന് ഉച്ച കഴിഞ്ഞാണ് ദുൽഹുലൈഫയിൽ നിന്ന് നബി പുറപ്പെടുന്നത്. ആ സമയത്ത് രാത്രിയിൽ നബിയുടെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്ന് നബി വരാൻ, എന്റെ അടുക്കൽ വരുന്നവൻ വന്നു. ആരാ എടുത്തു വരാറുള്ളത്? ജിബ്രീൽ. രാത്രി ജിബ്രീൽ വന്നു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, സ്വല്ലി ഫീ ഹാദൽ വാദിയൽ മുബാറക്, ഈ അനുഗ്രഹീത താഴ്വരയിൽ വെച്ച് നീ നമസ്കരിക്കുക. അപ്പൊ എന്താണ് ആ സ്ഥലം? ദുൽഹുലൈഫ എന്ന മീഖാത്തിന്റെ സ്ഥലം അനുഗ്രഹീത താഴ്വര. ജിബ്രീൽ വന്നിട്ട് പറയാണ്, അതുകൊണ്ട് വേണം നിസ്കരിച്ചോ. അപ്പൊ നബി അവിടുന്ന് ദുഹർ നമസ്കരിച്ചു. അവിടെ ഒരു മരമുണ്ടായിരുന്നു, അവിടെ മസ്ജിദു ഷജറ, മരത്തിന്റെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ദുൽഹുലൈഫ പള്ളി എന്നറിയപ്പെടുന്നു. വലിയ പള്ളിയാണ്, വലിയ മീഖാത്തുമാണ്. അപ്പൊ ആ താഴ്വരയുടെ സുന്നത്ത് എന്നുള്ളവർക്ക് നബിയാണ് നിസ്കരിച്ചത് ദുഹറാണ്. അവിടെ വേറെ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പോ ഒരാൾക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാം? ഇതൊരു ബർക്കത്തുള്ള സ്ഥലമാണല്ലോ, ജിബ്രീൽ അറിയിച്ച സ്ഥലമാണ് എന്നുള്ളവർക്ക് ആ പള്ളിയിൽ ഫർദ് നിസ്കരിക്കാം, അല്ലെങ്കിൽ തഹിയ്യത്ത്, അല്ലെങ്കിൽ വുദൂന്റെ സുന്നത്ത്, അങ്ങനെ ഏതെങ്കിലും സുന്നത്ത് നിസ്കരിക്കാം. അല്ലാണ്ട് ഇഹ്റാമിന്റെ ഭാഗമായി ഒരു സുന്നത്തില്ല. എന്നാൽ ഒട്ടുമുക്കാൽ ആളുകളും ഈ സംഗതി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഇല്ലാത്ത കാര്യമാണ്. അടുത്തത് കുളി. അപ്പൊ സുന്നത്തായി പറയാൻ പറ്റുന്ന ഈ കുളിയുള്ളൂ. ഇഹ്റാമിന്റെ കുളിയുണ്ട്, സുന്നത്തായ കുളിയാണ്. അത് എവിടെ വെച്ചുമാകാം. വീട്ടിൽ നിന്ന് പുറപ്പെടുന്നവൻ വീട്ടിൽ നിന്ന് കുളിച്ചാൽ മതി.
വഴിയിൽ വെച്ച് താമസിക്കുന്നവൻ ഹോട്ടലിൽ കുളിച്ചാൽ മതി, എയർപോർട്ടിൽ പറ്റുന്നവൻ എയർപോർട്ടിൽ കുളിച്ചാൽ മതി. നബി കുളിച്ചത് വീട്ടിൽ വെച്ചാണ്. നബിയും സഹാബത്തും. ഹദീസ് ഉണ്ട്, വിശദീകരിക്കാൻ സമയമല്ല. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അതുപോലെ തന്നെ വേറെയും പല ഇമാം ബുഖാരിന്റെ 1545 നമ്പർ ഹദീസ് കാണാം. നബി മദീനയിൽ നിന്ന് മുടി ചീകി എണ്ണ തേച്ച് തുണി മാറ്റി അങ്ങനെയാണ് നബിയും സഹാബത്തും പുറപ്പെട്ടത്. അപ്പൊ മുടി ചീക എന്ന് പറഞ്ഞാൽ അത് കുളിച്ചു എന്ന് വേറെ തിർമിദി റിപ്പോർട്ടിൽ വഖ്തസല കുളിച്ച്. അപ്പൊ നബി വീട്ടിൽ നിന്നാ കുളിച്ചത്. മീക്കാത്ത് തന്നെ കുളിച്ചോളന്നില്ല. ഹോട്ടലിൽ വെച്ചോ താമസ സ്ഥലത്ത് വെച്ചോ വീട്ടിൽ വെച്ചോ എവിടുന്നുമാകാം. നബിന്റെ സുന്നത്ത് അനുസരിച്ച് അവിടെ കുളിച്ചാൽ മതി. അപ്പൊ മീക്കാത്തിൽ വെച്ച് കുളിക്കൽ സുന്നത്ത് എന്നല്ല, ജായിസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ സാധാരണ പറയൽ മീക്കാത്തിൽ വെച്ച് കുളിക്കുവാന്ന് ഞാനും പണ്ട് പറഞ്ഞിരുന്നു. അപ്പോ വീട്ടിൽ നിന്ന് കുളിച്ചു പോയാൽ മതി. സൗകര്യം മീക്കാത്ത് കുളിക്കാം, അത്രേ ഉള്ളൂ. മക്കയിൽ എത്തുന്നു. മക്കയിലെത്തിയാൽ മക്കയിൽ പ്രവേശിക്കുമ്പോൾ ഒരു കുളി, മക്കയിൽ എത്തിയവന്റെ കുളി, അങ്ങനെ ഒരു കുളി നടത്തൽ സുന്നത്താണ്. ഇനി ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു പെണ്ണ് ആർത്തവകാരിയായി എങ്കിൽ എന്ത് ചെയ്യണം? മീഖാത്തിലാണ്, ഇഹ്റാം കെട്ടിയിട്ടില്ല, അതിന്റെ മുമ്പ് മെൻസസ് കഴിഞ്ഞായിരിക്കുക, അല്ലെങ്കിൽ പ്രസവിച്ചു അവിടെ വെച്ചിട്ട് എങ്കിൽ ആ പെണ്ണ് എന്ത് ചെയ്യണം? ഇഹ്റാം കെട്ടണം. പക്ഷെ ഒരു കുളി കുളിക്കണം. ആ കുളി എന്തിനാ? എന്ത് കുളിയാ? ശുദ്ധിന്റെ കുളിയാ? ശുദ്ധിയായോ? ഇല്ല, ഇഹ്റാമിന്റെ കുളി. ഹദീസ് തെളിവുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, ഈ അസ്മാനെ പിന്നെ പലരും കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ അസ്മാ റളിയല്ലാഹു അൻഹ നബിയോടൊപ്പം ഹജ്ജിന് പോകുന്നു. നോക്കണം, പ്രസവിക്കാറായ പൂർണ്ണഗർഭിണിയായ, നമ്മുടെ നാട്ടിൽ പ്രസവം തുടങ്ങിയാൽ തന്നെ പറ്റില്ല, പക്ഷെ ഇത് പ്രസവിക്കാറായ പെണ്ണാണ് ഹജ്ജിന് പോരുന്നത്. ഫ്ലൈറ്റിലല്ല, AC കാറിലല്ല, ഒട്ടകപ്പുറത്ത് നടന്നിട്ടും ഒക്കെ, കുതിരപ്പുറത്ത് കൂടിയിട്ട് അങ്ങനെ പോകുന്നു. മദീനത്ത് കുറച്ചും കൂടി പോകുന്നു. 13 കിലോമീറ്റർ എത്തി. ദുൽഹുലൈഫയിലെത്തിയപ്പോൾ വലദത്ത് അസ്മാ റളിയല്ലാഹു അൻഹ പ്രസവിച്ചു മുഹമ്മദൻ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ മുഹമ്മദിനെ. മുഹമ്മദ് അബൂബക്കറിനെ പ്രസവിച്ചു. പ്രസവം നടന്നു. തിരിച്ച് മദീനത്ത് തന്നെ പുരയ്ക്ക് തന്നെ പോയോ? പ്രസവ ശുശ്രൂഷ, അരിഷ്ടം കഷായം കുടിക്കാൻ ഇല്ല, കുളി, തൈലം തേക്കല്, കോയമ്പ് പോയില്ല. ഇങ്ങോട്ടന്നെ പോന്നു, നബിന്റെ കൂടെ പോന്നു. നബി പറഞ്ഞു, ഇഗ്തസിലി, നീ കുളിച്ച് ശുദ്ധിയാവുക, വസ്തഗ്ഫിരി ബിതൗബിൻ, ഒരു വസ്ത്രം കൊണ്ട് നിന്റെ ഗുഹ്യഭാഗം രക്തം പുറത്തേക്ക് വരാൻ. ഇന്ന് പേട് ധരിക്കുന്നു, അന്ന് അങ്ങനത്തെ പേടില്ല. അപ്പൊ നീ ഒരു തുണിക്കഷ്ണം കൊണ്ട് നിന്റെ അരഭാഗം നീ രക്തമൊലിക്കാതിരിക്കാൻ പേട് പോലെ കെട്ടുക. വഅഹ്രിമി, എന്നിട്ട് നീ ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അപ്പൊ ഇഹ്റാമിന്റെ മുമ്പേ അശുദ്ധിയായാൽ പെണ്ണ് ഇഹ്റാമിന്റെ കുളി കുളിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കണം. പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം. ആ വസ്ത്രം എന്താണെന്നുള്ളത് പുരുഷന്റെയും സ്ത്രീയുടെയും നേരത്തെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. ശരീരത്തിൽ സുഗന്ധമാകാം, വസ്ത്രത്തിൽ സുഗന്ധം പാടില്ല. എന്നിട്ട് മീഖാത്തിൽ വെച്ചാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുളിച്ചു കഴിഞ്ഞ് ഇഹ്റാമിന്റെ തുണിയെ കൊടുത്ത് നബി ചെയ്തതുപോലെ ആകണമെങ്കിൽ എന്ത് ചെയ്യാം? മീഖാത്തിലാണെങ്കിൽ വാഹനത്തിൽ കയറുക. വാഹനത്തിൽ കയറി വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി സീറ്റിൽ ഇരുന്നതിന് ശേഷം, ഇനി അല്ലെങ്കിൽ ഖിബിലക്ക് നേരെ തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല, സീറ്റ് ഖിബിലക്ക് കയറാൻ, അല്ലെങ്കിൽ ഖിബില ഏത് ഭാഗത്തേക്കാ നോക്കുക. ഇത് മീഖാത്തിലാണെങ്കിൽ ദുൽഹുലൈഫ നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും. ഖിബിലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ വാക്ക് പറഞ്ഞത്. ഏത്? ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. നമ്മള് ഫ്ലൈറ്റ് പോകുമ്പോ യലംലം ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ മീഖാത്തിലെത്തുമ്പോ അവിടുന്ന് ആണെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യാം? പറ്റെങ്കിൽ എണീറ്റ് അല്ലെങ്കിൽ തിരിഞ്ഞെടുത്ത് ഇരിക്കുന്നിടത്ത് പറ്റെങ്കിൽ ഖിബില കയറി തിരിഞ്ഞിട്ട് ഈ വാക്ക് പറയാം. മനസ്സിലായില്ലേ? നബിന്റെ സുന്നത്തതാ. അല്ലാതെ പറയാം, പക്ഷെ നബിന്റെ സുന്നത്ത് ഇതാണ്, ഖിബിലക്ക് നേരെ തിരിഞ്ഞു എന്നോട് പറയുക. ആൾക്കാരൊന്നും നോക്കല്ല. ആൾക്കാർ അവിടെ തന്നെ കുളിമുറി തന്നെ ചെല്ലിയിട്ടുണ്ടാവും, അല്ലെ പള്ളി ചെല്ലിയിട്ടുണ്ടാവും, അല്ലെ നടന്നു പോകുമ്പോൾ ചെല്ലിയിട്ടുണ്ടാവും. അതൊക്കെ പറ്റായൊന്നുമില്ല. പക്ഷേ ഖിബിലക്ക് നേരെ വാഹനത്തിൽ കയറി നബി വാഹനത്തെ ഖിബിലക്ക് നേരെ തിരിച്ചു നിർത്തുക. നമ്മൾ പറയുമ്പോൾ ഡ്രൈവർ അങ്ങോട്ട് തിരിക്കൂല, പക്ഷെ നമുക്ക് തിരിഞ്ഞേക്കാം. അതാണ് സുന്നത്ത്. എയർപോർട്ടിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ. പിന്നെ അതിന്റെ വാക്കും നേരത്തെ പറഞ്ഞു. ഇത് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹജ്ജത്തൻ. ഇങ്ങനെയുള്ള ഹജ്ജ് ഉംറ അതിനനുസരിച്ചുള്ള വാക്കുകൾ പറയുക. അതൊക്കെ നിങ്ങൾ ബുക്കിൽ നോക്കി പഠിക്കുക. അത് നിയ്യത്താണോ ഓർക്കപ്പണ്ടേ ഏതാണ് അതോ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി തൽബിയത്ത് അവിടെ മുതൽ, ഈ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തൽബിയത്ത് തുടർന്നുകൊണ്ടിരിക്കണം. തൽബിയത്തിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മദീനത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ തൽബിയത്തെല്ലാം സമയം കിട്ടുന്നു. ഇതുവഴി ജിദ്ദ വഴി പോകുന്ന ആളുകൾക്ക് മീഖാത്തിൽ ഇഹ്റാം മുതൽ തന്നെ തൽബിയത്തെല്ലാം ഒക്കെ നമുക്ക് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ നല്ല അവസരമാണ്. മദീനത്താണെങ്കിൽ 400-ലധികം കിലോമീറ്റർ, ഏകദേശം 5 മണിക്കൂർ യാത്ര തൽബിയത്തെല്ലാം കിട്ടുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ പാലിക്കുക. പിന്നെ പെണ്ണുങ്ങൾ ശബ്ദമുയർത്താൻ പറ്റുമോ? ആണുങ്ങൾ ഉയർത്തണം. നേരത്തെ പറഞ്ഞു. ജിബ്രീൽ വന്ന് നബിനോട് പറഞ്ഞപ്പോ, നബിയെ നിന്റെ ആളുകളോട്, സഹാബികളോട് ശബ്ദമുയർത്താൻ കൽപ്പിക്കുക. അപ്പൊ ജിബ്രീൽ വന്നിട്ട് പറയാൻ ഉറക്ക തൽബിയത്ത്, പതുക്കെ ഇങ്ങനെ ഉറക്കം നോക്കി ജില്ലേ പറയാം, ഒച്ചത്തിൽ തൽബിയത്ത് ചെല്ലണം. അത് ജിബ്രീൽ കൽപ്പിച്ച കൽപ്പനയാണ്.
അപ്പൊ ഉറക്കെയാണ് ചെല്ലേണ്ടത്. ഇതൊന്നും പലരും പാലിക്കാറില്ല. ഇനി പെണ്ണുങ്ങൾക്ക് പറ്റുമോ ഉറക്ക തൽബിയത്തെല്ലാം? രണ്ടഭിപ്രായമുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഉറക്ക തൽബിയത്തെല്ലാം പാടില്ല. തൽബിയത്ത് ഉറക്കത്തില്ല, കാരണം പെണ്ണാണ്. പെണ്ണിന്റെ ശബ്ദം ഔറത്താണെന്ന് ഒരു കൂട്ടർ, അങ്ങനെ ഹരീതനല്ല. പെണ്ണിന്റെ ശബ്ദം ഔറത്താന്ന് ഹരീതില്ല, അതാരോ പറഞ്ഞതാണ്. അപ്പൊ പെണ്ണിന്റെ ശബ്ദം പുറത്തേക്കണോ കുഴപ്പമില്ല, എന്നാൽ ശബ്ദം ഉയർത്തേണ്ടതില്ല, ഹറാമാണ് എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പെണ്ണിനും ഉറക്കെ തൽബിയത്ത് ചെല്ലാം. ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടണ്ട. ഞാൻ മുമ്പ് പറഞ്ഞ വലിയ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത് വലിയ വലിയ മഹാന്മാരായ ആളുകളൊക്കെ പ്രസംഗിച്ചതിന് ശേഷം എനിക്കൊരു അവസരം കിട്ടി. ഞാൻ അമീർ നിലക്ക് കരിപ്പൂർ എയർപോർട്ട് ഹജ്ജ് ഹൗസിൽ വെച്ച് നടത്തിയ ഞാൻ ക്ലാസ് എടുത്തു. ക്ലാസ് എടുത്തപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് എതിരായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പ്രമാണത്തിലുള്ളതാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് വലിയ കോലാഹലമായി. വലിയ വലിയ ശൈഖുമാർ പറഞ്ഞതിനെതിരെ ഈ ചെറുപ്പക്കാർ, അന്ന് എന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരു 14 വയസ്സ് കുറവാണ്. അപ്പൊ അന്ന് ഈ മൂത്തവരെക്കാൾ ഇവനെന്താ അത് പറയാൻ? അപ്പൊ പിന്നെ എന്നോട് വിശദീകരണം ആവശ്യപ്പെട്ടു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മാപ്പ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു, തിരുത്തെഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പ്രമാണത്തിലുള്ളതാണ്, ഇതിന് മാപ്പോ തിരുത്തോ എഴുതേണ്ട വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ സംഗതികൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവനാൻ പഠിച്ചു പറയുന്നതേ പറയാൻ പാടുള്ളൂ എന്നില്ല, പ്രമാണത്തിൽ ബോധ്യപ്പെട്ടത് പറയണം. അതിൽപ്പെട്ട ഒരു വിഷയമാണിത്. അതിന്റെ കുറിപ്പ് ഇന്ന് ഞാൻ എന്റെ ലാപ്ടോപ്പിൽ എനിക്ക് കിട്ടി രാത്രി. അൽ ഹജ്ജ് എന്നുണ്ട് 4 കാര്യം. ഞാൻ ആര് പറഞ്ഞതിനെതിരാണോ പറഞ്ഞത് ആ ആൾക്ക് ഞാൻ തന്നെ എന്റെ വീട്ടിൽ വെച്ച് ലാപ്ടോപ്പിൽ ഉണ്ടാക്കി പ്രിന്റ് എടുത്ത് അതിന്റെ കോപ്പി ഈ പറയുന്ന ആൾക്ക്, അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും ഹജ്ജിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. എയർപോർട്ടിൽ എല്ലാ ഹാജിമാരോട് ഒരുമിച്ച് കൂടി ബോഡി മാസം കൊടുത്ത് പോകുന്ന സമയത്ത് ഞാനിതൊരു കവറിലാക്കി അയാളുടെ കൈ കൊടുത്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പെണ്ണുങ്ങൾ തൽബിയത്ത് ഉറക്കെ ചെല്ലാൻ പാടുണ്ടോ? അനുവദനീയമാണ്. 1, ജിബ്രീൽ വന്ന് നബിയോട് പറഞ്ഞ് കൽപ്പിക്കുന്നു, നിന്റെ സഹാബികളോട് പറയുക, നിന്റെ കൂടെയുള്ള സഹാബികളോട് പറയുക എന്ന കൽപ്പന പൊതുവാണ്. നബിന്റെ കൂടെ ആരാണുള്ളത്? നബിന്റെ ഭാര്യമാർ, സാഹബത്തിന്റെ ഭാര്യമാരൊക്കെ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളോട് മാത്രം പറയാനല്ല. അപ്പൊ ഉറക്കെ പറയണം എന്ന കൽപ്പന ആമാണ് 1. രണ്ടാമത്തത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്വാവയിൽ പറയാണ്, വൽ മർഅതു തർഫഉ സൗതഹാ ബിഹൈദു തസ്മഉ റഫീഖതഹാ. പെണ്ണ് അവളുടെ കൂടെയുള്ള പെണ്ണിനെ കേൾപ്പിക്കുന്ന തരത്തിൽ ഉറക്കെ ചെല്ലണം. അടുത്തുള്ള പെണ്ണുങ്ങൾ കേൾക്കെ ചൊല്ലിക്കോട്ടെ. ഇനി മുസന്നഫ് ഇബ്നു അബീ ശൈബ ഹദീസ് ഗ്രന്ഥാണ്. ആ ഹദീസ് ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് കാണാം. പിൽക്കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കുറെ കാലം കഴിഞ്ഞാൽ മരിക്കുന്നത്, മുആവിയയുടെ കാലം. മുആവിയയുടെ കാലത്ത് ഹജ്ജിന് പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉംറ ചെയ്യുമ്പോ ഉറക്കെ തൽബിയത്തില്ലേ. ഈ തൽബിയത്ത് ഭരണാധികാരിയും സഹാബിയുമായ മുആവിയ റളിയല്ലാഹു അൻഹു കേട്ടു. അപ്പൊ മുആവിയ ചോദിച്ചു, ആരാകുന്നു അത്? മൻഹാദ, ആരാണ് ഈ പെണ്ണ് ഉറക്കെ തൽബിയത്തിൽ നിന്നത്? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇത് ആയിഷയാണ്, അവൾ ഇഹ്റാമിൽ പ്രവേശിച്ചതാണ്. പിന്നെ ആയിഷയോട് ഇത് പറയപ്പെട്ടു, നിങ്ങൾ തൽബിയത്ത് ചെയ്യുന്നത് ഭരണാധികാരിയും സഹാബിയുമായ മുആവിയ ചോദിക്കുന്നു, ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആയിഷ തന്നെ മറുപടി, ലൗ സഅലത്നി ലഅഖ്ബർതുഹു, മുആവിയ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞെന്താ? ഉറക്കച്ചെല്ലാം എന്ന് നബി മരിച്ച് ഒരുപാട് 10-30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ആണ് ആയിഷ റളിയല്ലാഹു അൻഹ കാര്യം പറയുന്നത്. മുആവിയക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ, കാരണം എന്താ? നബിയിൽ നിന്ന് കിട്ടിയ വിവരം ആർക്കുണ്ട്? ആയിഷ റളിയല്ലാഹുണ്ട്. നബിന്റെ കൂടെ പോയ കൂട്ടത്തിൽ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുമുണ്ട്. അപ്പൊ ആയിഷ എന്താ മനസ്സിലാക്കിയത്? അപ്പറഞ്ഞ കൽപ്പന ആണുങ്ങളോട് മാത്രമല്ല പെണ്ണുങ്ങളോടാണ്. പിന്നെ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ മനാസിഖുൽ ഹജ്ജ് വൽ ഉംറ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൽ അതിൽ അദ്ദേഹം 16-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, പെണ്ണുങ്ങൾ തൽബിയത്ത് ഉറക്കെ ചെല്ലുന്ന കാര്യത്തിൽ ആണുങ്ങളെ പോലെയാണ്. എന്താ തെളിവ്? മുകളിൽ പറഞ്ഞ 2 ഹദീസുകൾ. അതുകൊണ്ട് തന്നെ പെണ്ണിനും ശബ്ദമുയർത്തി തൽബിയത്ത് ചെല്ലാം. ഫിത്ന പേടിക്കുന്നില്ലെങ്കിൽ തൽബിയത്തിൽ വല്ല ആണുങ്ങളും ഹലാക്കിലായി പോവോ? അങ്ങനെ തോന്നുകയാണെങ്കിൽ ചെല്ലണ്ട. പെണ്ണിന് തൽബിയത്ത് ഒരു ആണിന് വികാരം ഉണ്ടാവുകയോ വല്ല ഫിത്ന നടക്കുന്നു അങ്ങ് ചെല്ലണ്ട. അങ്ങനത്തെ ആൾക്കാർ ഹജ്ജിനും ഉംറയ്ക്കും പോലല്ലോ. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ തൽബിയത്ത് ചൊല്ലിയിരുന്നു എന്ന് പറയുന്ന ഈ സംഭവം ഉദ്ധരിക്കുന്നു. ആ പറയുന്ന ഹദീസ് ഏത്? ആയിഷ റളിയല്ലാഹു അൻഹ തൽബിയത്ത് ചൊല്ലിയതും മുആവിയ ചോദിച്ചതുമായ സംഭവം ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ 2469 നമ്പറായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ശർത്ത് അനുസരിച്ച് സഹീഹാണ് എന്ന് അതിന് തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ഷെയ്ഖ് ഷുഐബ് അൽ അർനൗത്ത് എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഹദീസ് പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പെണ്ണുങ്ങൾക്കും ഉറക്കെ തൽബിയത്ത് ചെല്ലുന്നതിന് കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എയർപോർട്ടിൽ ഇറങ്ങി നമ്മുടെ ലഗേജ് അവിടെ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ ഏത് എയർപോർട്ടിൽ പോണച്ചാണ് കൊടുത്താൽ പിന്നെ നമ്മൾ എവിടെ ഇറങ്ങണം അവിടെ നോക്കിയാൽ മതി. അവിടെ ഇറങ്ങിയതിനു ശേഷം എയർപോർട്ടിൽ മിക്കവാറും ഒരു ഗ്രൂപ്പിന്റെ ഒരു കളറായിരിക്കും.
സർക്കാരിന്റെ അങ്ങനെയായിരുന്നു. ഇപ്പൊ സർക്കാർ കഴിഞ്ഞാലും ബാഗ് കൊടുത്തിട്ടില്ല. അപ്പൊ പല കളർ വയ്ക്കും. ഏതായിരുന്നാലും അതിൽ തിരിച്ചറിയാൻ പറ്റും, ടാഗ് ഉണ്ടാവും. അപ്പൊ ഇത് നോക്കിയിട്ട് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാർ, പോർട്ടർമാർ ലഗേജ് വട്ടം കറങ്ങുന്ന ബെൽറ്റിൽ നിന്ന് നമ്മൾ എത്തുമ്പോഴേക്കും സീലടിച്ച് ഫിംഗറൊക്കെ എടുത്ത് ഫോട്ടോ എടുത്ത് പുറത്ത് വരുമ്പോഴേക്ക് ഈ ലഗേജ് ഒന്നായിട്ട് ഇവരെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ കളറോ ടാഗോ നോക്കി ഒരു ഗ്രൂപ്പിന്റെ ഒരു സ്ഥലത്ത് കൂട്ടിടും. ആ പണി നമുക്കില്ല. അവിടുന്ന് ചിലപ്പം വള്ളിയർമാർ ഗ്രൂപ്പിന്റെ ആരുണ്ടെങ്കിൽ അവര് ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടു. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അർബാന അതായത് ട്രോളി എടുത്ത് അതിൽ ഒന്നിൽ ഒരുപാട് ആളുകൾ കയറ്റാം. നേരത്തെ പറഞ്ഞതുപോലെ സഹായിച്ച് സഹകരിച്ച് അട്ടിയായി കയറ്റി എന്നിട്ട് പുറത്ത് നമ്മുടെ വാഹനം പുറപ്പെടുന്നതിന്റെ അടുത്ത് ഉന്തിക്കൊണ്ടുപോയി വെക്കണം. ചിലപ്പോ കയറ്റാൻ ആളുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഉള്ളിലേക്ക് കയറ്റണം. സർക്കാർ ഗ്രൂപ്പാണെങ്കിൽ അവർ കയറ്റും, പ്രൈവറ്റിനും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ എടുക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ അവരെടുത്തോളൂ. ഇനി എയർപോർട്ടിനുള്ളിൽ കുറെ സമയം പിടിക്കും. എന്താണ്, പാസ്പോർട്ട് നമ്മുടെ അവിടെ ഇറങ്ങി എന്നുള്ളതിന്റെ സീലടിക്കണം, എൻട്രി. പിന്നെ നമ്മുടെ ഫിംഗർ എടുക്കും, എല്ലാ ഫിംഗറും എടുക്കും. ഓലർ നമുക്ക് മനസ്സിലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അത് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു തരും, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഉണ്ടാവും, അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. അപ്പൊ ഫോട്ടോ ഈ ഫിംഗർ എടുക്കല്, ഇതിൽ സീല് കുത്തല്. അത് കഴിഞ്ഞിട്ട് പുറത്ത് ഇങ്ങോട്ട് കടക്കുമ്പോ സെക്യൂരിറ്റിക്കാരൻ വീണ്ടും ഈ പേജിൽ മറിച്ച് നോക്കും, സീല് കുത്തിയിട്ടുണ്ടോ, വിട്ടുപോയിട്ടുണ്ടോ. അങ്ങനെ സംഭവിക്കില്ലെങ്കിൽ നമ്മൾ കുടുങ്ങി. ഒരു ദിവസമല്ല, എങ്ങനെ എൻട്രി അടിക്കാതെ നമ്മൾ അവിടെ എത്തി. തിരിച്ചു വരും പോരാൻ പറ്റില്ല. നമ്മൾ എൻട്രി ഇല്ലാത്തവൻ എങ്ങനെ എക്സിറ്റ് ആവും, അത് കയ്യിലാകെ പണിയാവും. അപ്പൊ അതൊക്കെ ഉറപ്പുവരുത്തി അങ്ങനൊക്കെ പുറത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ അവിടെ കുറെ നോക്കിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ലഗേജ് കാണാത്തുണ്ടാവും. ഈ കാണാത്ത ലഗേജ് നമ്മളവിടെ നോക്കിക്കണം, ഇത് കിട്ടിയിട്ട് വരണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ബസ് എത്തിയിട്ടുണ്ടാവില്ല. ബസ് എത്തിയ ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവില്ല. ചിലപ്പോൾ ഹംലർ ഗ്രൂപ്പിന്റെ അവിടുത്തെ മുത്തവ്വിഫിന്റെ ആള് വന്നിട്ടുണ്ടാവില്ല. ഓ വന്നാലേ നമ്മളെ പാസ്പോർട്ട് കളക്ട് ചെയ്ത് ഓൻ്റെ അടുത്ത് കൊടുക്കണം. അമീറിന്റെ പണി അതൊക്കെ. ഇതൊക്കെ കൂട്ടി ഓൻ്റെ അടുത്ത് കൊടുക്കണം, എല്ലായിടത്തും വാങ്ങിയിട്ട്. ഇതൊക്കെ ആയിട്ടേ ബസ് പുറപ്പെടുള്ളൂ. അപ്പൊ കുറെ സമയം ഉണ്ടാവും. അപ്പൊ അവിടെ നിൽക്കേണ്ടി വരും. ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, സ്വീകരിക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ ക്ഷമിക്കണം. പിന്നെ ബസ് കയറി, ബസ് പയർ ബ്ലോക്ക് ഉണ്ടാകാം. 1.5 മണിക്കൂറുണ്ടോ എത്താവുന്ന ടാക്സിക്ക് 1 മണിക്കൂറോ എത്താവുന്ന സ്ഥലത്ത് 2 മണിക്കൂറോ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ എവിടെത്താൻ വേണം, മക്കത്തെത്താനാവും. അപ്പോ അവിടെ ലഗേജ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വാഹനത്തിൽ കയറുന്നു, വാഹനത്തിൽ സുന്നത്തുകൾ തൽബിയത്ത് അപ്പോഴും തുടരാം. പിന്നെ മക്കയിലെത്തുന്നു. മക്കയിലെത്തിയാൽ നേരെ നമ്മൾ ആദ്യം പോകുന്നത് ഹോട്ടലിലേക്കാണ്. ആജാമാരാണെങ്കിലും ഉംറക്കാരാണെങ്കിലും ഹോട്ടലിൽ പോകുന്നു. ഹോട്ടലിൽ പോയി താമസ സ്ഥലത്ത് നമ്മുടെ താക്കോല് കിട്ടുന്നു. താക്കോലൊക്കെ അമീറിന്റെ പണിയാണ്. അമീർ അത് വാങ്ങിത്തരണം, റൂം തിരിക്കണം. ചിലപ്പോ കുറെ സമയം പിടിക്കും. കിട്ടിയാൽ തന്നെ ഓല് ഇത്ര റൂം എന്നെ പണി തരുള്ളൂ, ഇത്ര ബെഡ്, എത്ര ആളാണോ അത്ര ബെഡ്. അതിലാണത്ര പെണ്ണത്ര വേർതിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ അതൊക്കെ വേർതിക്കുന്നത് അമീറിന്റെ പണിയാണ്. റൂമിലെത്തി. അപ്പൊ ചിലപ്പോൾ റൂമിലെത്തിയാൽ ലഗേജ് കാണൂല. മറ്റോ പറയും നിങ്ങൾ പോയിക്കോളി, റൂമിലെത്തുമ്പോൾ നമ്മളടുത്തിക്കാൻ. ചിലപ്പോൾ നമ്മളെ ഫ്ലോറിലാവില്ല ലഗേജ് കൊണ്ടുപോയിട്ടത്. അപ്പൊ പിന്നെ നമ്മൾ തെരഞ്ഞെടുക്കണം. അതായത്തുണ്ടാവും, മേലുണ്ടാവും. അതൊക്കെ നമ്മൾ തെരഞ്ഞു പിടിക്കണം, റൂമിൽ വെക്കുക. പിന്നെ പൈസ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കുക. ചില ഹോട്ടലിൽ ലോക്കർ ഉണ്ടാവും ഓരോ റൂമിലും. അത് താക്കോൽ നമുക്ക് അവിടുന്ന് വാങ്ങാം. അതിന് പാസ്വേഡ് നമ്മൾ ഇടുക. ലോക്കറിൽ പൈസ, പൊന്ന് സാധനങ്ങളൊക്കെ അവിടെ വെക്കുക. എന്നിട്ട് വിലപിടിപ്പില്ലാത്ത സാധനങ്ങൾ, ഒരു അത്യാവശ്യം 10-15 റിയാൽ മുടി വെട്ടാൻ ഒരു വെള്ളം കുടിക്കാനുള്ള പൈസ കൊണ്ടുവന്നാൽ മതി. ബാക്കി അവിടെ വെച്ചാൽ മതി. അല്ലെങ്കിൽ അമീറിന് എടുത്ത് കൊടുത്താൽ കൗണ്ടറിൽ ഏൽപ്പിക്കും. ലോക്കറില്ലാത്തടത്തെങ്കിൽ അവർ വാങ്ങിയേക്കും. ഇതൊക്കെ സൗകര്യമുണ്ട്. എന്നിട്ട് വളരെ ചുരുങ്ങിയ പൈസയും ചെരുപ്പിനുള്ള സഞ്ചിയും ഇതൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൂടെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഞാൻ പറയാൻ കാരണം, കൊണ്ടുപോകാൻ ഒരു കുഴപ്പമില്ല. അവിടെ വെച്ച് ടാക്സിയിൽ കയറ്റി ഞാൻ അങ്ങോട്ട് ഇറക്കി തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് മരുഭൂമി കൊണ്ടുപോയി പോക്കറ്റടിച്ച നഷ്ടപ്പെട്ട ഹാജിമാരെ എല്ലാ കൊല്ലവും നമ്മൾ വായിക്കുന്ന ഹാജിമാരും ഉംറക്കാർ, ഇതൊക്കെയാണ് ആൾക്കാരുണ്ട്. മത്താഫിൽ പോക്കറ്റടി നടക്കുന്നു. അതുകൊണ്ട് പരമാവധി പൈസ നേരത്തെ പറഞ്ഞ സ്ഥലത്തങ്ങളിൽ വെക്കുക. പിന്നെ ഒതു എടുക്കലാണ്. ഒതു എടുത്തിട്ട് ഇറങ്ങാം. ഒതു സുന്നത്താണോ അല്ല നിർബന്ധമാണോ? ഇതിൽ 2 അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഒതു എടുക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്നു. എന്നാൽ ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാർ ഒതു എടുക്കൽ നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ. അതിനുള്ള കാരണം എന്താ? ഇപ്പൊ നിസ്കരിച്ചാൽ ഒതു ഇല്ലാത്തവന് നമസ്കാരമില്ല. ഹദീസുണ്ട്. നമസ്കാരത്തിന് ഒതു എടുക്കണം എന്ന് നബിന്റെ കൽപ്പനയുണ്ട്. നബി ചെയ്ത് കാണിച്ചു തന്ന സുന്നത്തുണ്ട്. എന്നാൽ തവാഫുമായി ബന്ധപ്പെട്ട് ഒതു എടുക്കാത്തവന് തവാഫില്ലെന്നോ തവാഫിന് പോകുന്നവൻ ഒതു എടുക്കണമെന്നോ ഒരു കൽപ്പനയില്ല. എന്നാൽ നബി ഒതു എടുത്തിട്ടുണ്ട് എന്ന മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്. നബി ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം എന്താവില്ല, നിർബന്ധം. നബി ചെയ്ത എല്ലാ കാര്യവും നിർബന്ധം അല്ല. അപ്പൊ നബി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് സുന്നത്താണ്, പ്രബലമായ ഒരു സുന്നത്താണ് എന്നതാണ് ഏറ്റവും ശരിയായ വീക്ഷണം. കാരണം ചെയ്യണമെന്നോ ചെയ്യാത്തവന് തവാഫില്ലെന്നോ പറയുന്ന ഒരൊറ്റ ഹദീസുമില്ല. അപ്പൊ ഈ ന്യൂനപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞ ഷെയ്ഖ് അൽബാനി ഒതു നിർബന്ധം എന്നാണ്. എല്ലാത്തിലും കണിശതുള്ള ആള് ഷെയ്ഖ് അൽബാനി പറയുന്നത് ഒതു നിർബന്ധമാണ്. ഷെയ്ഖ് ഹുദൈമീൻ പറയുന്നത് ഇത് നിർബന്ധമാണെങ്കിൽ ആർക്കും തവാഫ് പൂർത്തിയാക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ദിക്കും തിരക്കുണ്ടാവുമ്പോ. കാരണം അവൻ തവാഫ് ഒതു വേണം,
ഒതുവായിട്ട് പോയി, ഒരു ചുറ്റോ 2 ചുറ്റോ കഴിഞ്ഞു, ഒതു പോയി. ഓന് ഒതുർക്കണമെങ്കിൽ ഇപ്പം പള്ളിയിനുള്ളിൽ ഒതുർക്കാൻ സൗകര്യമുണ്ട്. മുമ്പ് പുറത്തേക്ക് വരണം, ഏതാനും കൊല്ലം മുമ്പ് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്നാൽ മുറ്റത്തേക്കും പോരാ, പിന്നെ ടോയ്ലറ്റിന്റെ ഭാഗത്ത് പോകണം. മുകളിലല്ല, അത് കോണി ഇറങ്ങി താഴെ പോകണം. അത്രയും പോയവനെ ഒതുർത്തന്ന് 2 ചുറ്റും പിന്നെ ഒതുപോയി. ഇങ്ങനത്തെ രോഗികളുണ്ടാകുമല്ലോ. ഇവൻ എന്നാ തവാഫ് പൂർത്തിയാക്കാൻ പറ്റുക? അതാണ് ശൈഖ് ഉസൈമീൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു മശക്കത്തുള്ള ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കുകയില്ല, അതില്ല. മറ്റൊന്ന്, ഒതു നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? അതിൽ 2 അഭിപ്രായമുണ്ട്. ഇപ്പൊ നമസ്കാരത്തിൽ ഒതു പോയി, എന്താ ചെയ്യാ? നിസ്കാരത്തിൽ ഒതു എടുക്കണം. ഇമാമാണെങ്കിലും ജമാഅത്ത് നിസ്കരിക്കുമ്പോ ഒതു പോയാൽ ഇങ്ങനെ മൂക്കിടിച്ച് പോകണമെന്നാ. എന്തിനാ? ഇത് പോയി എന്ന് പറയാൻ പറ്റില്ല. മൂക്കിടിച്ച് പോയാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇയാൾക്ക് ഒതു പോയിട്ടുണ്ട്. ഇമാമാണെങ്കിൽ പോകണം, വേറൊരാൾ കയറിക്കണം. ഇതൊക്കെ ഹദീസിലുള്ളതാ. എന്നിട്ട് വന്നിട്ട് അയാൾ നിസ്കരിച്ചാല് അത്തയ്യാത്താണെങ്കിൽ പിന്നെ അത്തയ്യാത്ത് നിസ്കരിച്ചാൽ മതിയോ? അല്ല, ആദ്യം തൊട്ട് നിസ്കരിക്കണം. കാരണം ഒന്നായിട്ട് പാത്തിലായി. അതുപോലെ തവാഫിൽ ഒതു പോയാൽ ആദ്യം മുതൽ മുഴുവൻ വരെ ചെയ്യണം എന്നാ ശൈഖ് ഉസൈമീൻ പറയുന്നത്. ഒതു വേണമെന്ന് വരാമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. ഒരു 7ാമത് ചുറ്റിൽ ഒതു പോയി, അയാൾ വന്നിട്ട് 1 മുതൽ വീണ്ടും ചെയ്യണം. എന്നാൽ ഒതു നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? ആദ്യം തൊട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ 4 ചുറ്റിന് ശേഷം, 4 ചുറ്റ് പൂർത്തിയായതിനു ശേഷം, പൂർത്തിയായിട്ടില്ലെങ്കിൽ 3 എണ്ണാൻ പറ്റുള്ളൂ. ഏതാണോ പൂർത്തിയായത് ആ എണ്ണം പിടിക്കുക. എന്നിട്ട് ഒതു പോയാൽ അയാൾ പോയി ഒതു എടുത്ത് വന്നിട്ട് 4 ആണെങ്കിൽ പിന്നെ 5, 6, 7 എത്രയാണോ ബാക്കിയുള്ളത് പൂർത്തിയാന്റെ ബാക്കി അത് ചെയ്യണം. അത് എന്ത് വിധിയാണ് എന്ന് ശൈഖ് ഉസൈമീൻ ചോദിക്കുന്നു. അപ്പൊ അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ശരി എന്താ? ഒതു നിർബന്ധമല്ല, പിന്നെന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. പക്ഷെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം സലഫി ഉലമാക്കൾ എന്നെ നിർബന്ധമാണ് എന്ന് പറയുന്നു. തെളിവ് വെച്ച് നോക്കിയാൽ വേണ്ടതില്ല, സുന്നത്താണെന്ന് മനസ്സിലാകുന്നത്. നേരത്തെ നമ്മൾ ഇഹ്റാമിന്റെ മുമ്പ് മെൻസസ് ആയാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനൊരു അനുഭവം പറഞ്ഞു. അസ്മാ ബിൻത് ഉമൈസ്, അബൂ സിദ്ദീഖിന്റെ ഭാര്യ. ഇനി ഇഹ്റാം കെട്ടി പോന്നതിന് ശേഷം മത്താഫിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മെൻസസ് ആയാൽ എന്ത് ചെയ്യണം? ഇതിനും അനുഭവം ഉണ്ടാരാ? നബിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ മദീനത്ത് നിന്ന് ഇഹ്റാം കെട്ടി പോകുന്നതാണ്. പോന്നു സെരീഫ് എന്ന് പറയുന്ന, അതായത് തൻഈമിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് തൻഈം. മക്കത്ത് നിന്ന് ഏകദേശം 9-10 കിലോമീറ്റർ അപ്പുറം മദീനയ്ക്കുള്ള റൂട്ടിൽ. അവിടെ എത്തിയപ്പം ആയിഷ റളിയല്ലാഹു അൻഹക്ക് മെൻസസ് ആയി. നീണ്ട ഹദീസാണ്. ആയിഷ തന്നെ വിഷമിച്ചു, കരഞ്ഞു. നബി ചോദിച്ചു. അപ്പോ നബി പറഞ്ഞു, വിഷമിക്കണ്ട. എന്താ കാര്യം? ഇത് ആദമിന്റെ പെൺമക്കൾക്ക് അള്ളാഹു വിധിച്ചതാണ്. ഈ പെണ്ണാണ്, ഈ ആദമിന്റെ മക്കളെ കൊടുത്ത ഒരു മകളാണ്. അത് അള്ളാഹ് വിധിച്ചതാണ്. മെൻസസ് ഉണ്ടാവും അതിന്റെ സമയത്തുമ്പോ, അതുകൊണ്ട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ മെൻസസ് ഉണ്ടായാൽ വിഷമിക്കേണ്ടതിൽ എന്റെ കൂലി പോയല്ലോ, ഞാനിനി ഇങ്ങനെ തന്നെ കുറെ ദിവസം കുത്തിരിക്കണ്ടേ, ഹറമ പോകാൻ പറ്റൂല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത്രയും പൈസ മുടക്കി പോകുന്നുണ്ട്, എത്ര ദിവസം പോയി, ഒരു ബേജാറാണ്, നിങ്ങൾ കൂലി അള്ളാഹ് തന്നോളൂ. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെ ആയിഷ സംഭവിച്ചു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ കുളിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ നബി പറഞ്ഞു, ഇഗ്തസിലി, നീ കുളിക്കുക, സുമ്മ അഹില്ലി ബിൽ ഹജ്ജി, പിന്നെ നീ ഉംറക്ക് പോയിക്കൂടല്ലോ, കാരണം മെൻസസ് ആണ്, ഉംറക്ക് പോകാൻ പറ്റില്ല. നീ ഹജ്ജിന്റെ സമയമാകുമ്പോൾ കുളിക്കുക. എന്തിന്? ഇറാൻ കെട്ടാനുള്ള കുളി, ശുദ്ധിയായിട്ടുള്ള കുളിയല്ല, ശുദ്ധിയായില്ല. അപ്പൊ ഹജ്ജിന്റെ സമയമാകുമ്പോൾ നീ കുളിക്കുകയും ഹജ്ജിന് ഇറാൻ കെട്ടുകയും ചെയ്യുക. എന്നിട്ട് നീ ചെയ്തോ, പ്രവർത്തിച്ചോ. എന്ത്? ഹാജിമാർ ചെയ്യുന്നതൊക്കെ നീ ചെയ്തോ. ഒരു സംഗതി മാത്രം, അതെന്താ? തവാഫ് മാത്രം പാടില്ല എന്ന് നബി വിലക്കി. ബാക്കി ഹാജിമാർ ചെയ്യുന്ന എല്ലാ കാര്യവും ചെയ്തോ. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശൈഖ് ഉസൈമീൻ ഈ ഹദീസിൽ അടിക്കുറിപ്പായി വിശദീകരിച്ചിട്ടുണ്ട്. വേണ്ട എന്ന് പറഞ്ഞത് നബി പഠിപ്പിച്ചു കൊടുത്തു. നിസ്കരിക്കാൻ പാടില്ല നേരത്തെ അറിയാം, മെൻസസ് ഉള്ളവർക്ക്. നോമ്പ് നിൽക്കാൻ പാടില്ല നേരത്തെ അറിയാം. എന്നാൽ ഖുർആൻ ഓതരുതെന്നോ, ഖുർആൻ തൊട്ടോതാൻ പാടുണ്ടോ അല്ലേ, അത് വേറെ തർക്കമുള്ള വിഷയമാണ്. തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു, ഗ്ലൗസ് ഇട്ടിട്ട് ഖുർആൻ മറിച്ചോ, അല്ലെങ്കിൽ പേജ് മറിക്കണം, ഒരു കോലുകൊണ്ട് മറിച്ചോ, കൈകൊണ്ട് നേരെ തൊടണ്ട, സൂക്ഷ്മതക്ക് വേണ്ടി വേണമെങ്കിൽ. അല്ലാതെ തൊടാമെന്ന് പറഞ്ഞ സൂക്ഷ്മതക്ക് വേണമെങ്കിൽ ഒരു കോലുകൊണ്ട് മറിക്കാം, ടവലോ ഗ്ലൗസോ ഇട്ടിട്ട് ഖുർആൻ മറിച്ചിട്ട് ഓതാം. പണ്ഡിതന്മാർ പറഞ്ഞാൽ തവാഫ് അല്ലാത്തതൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ ഇങ്ങനത്തെ പെണ്ണിന് ഹറമിലേക്ക് കടക്കാൻ പറ്റുമല്ലേ, പള്ളിയിലേക്ക് കയറാൻ പറ്റുമല്ലേ? അതിൽ 2 അഭിപ്രായമുണ്ട്. മെൻസസ് ഉള്ള ശുദ്ധിയില്ലാത്ത പെണ്ണിന് പള്ളിയിൽ കയറാൻ പാടില്ല. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ആ അഭിപ്രായക്കാരാണ്. പാടുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. മെൻസസ് ഉള്ള പെണ്ണിന് പള്ളിയിൽ കയറാം. പാടില്ല എന്നതിന് കൃത്യമായ സംശയരഹിതമായ ഒരു തെളിവ്, ഖണ്ഡിതമായ തെളിവില്ല. ഉള്ള തെളിവുകൾ ദുർബലമോ വ്യാഖ്യാനത്തിന് പഴുതുള്ളവയോ ആണ്. ഇപ്പൊ അടുത്ത് ഞാൻ നോമ്പിന് വേറെ ചില ഫത്വ പരിശോധിച്ചപ്പോ ഷെയ്ഖ് മുഖ്ബിൽ അൽ വാദിഈ റഹിമഹുല്ലാഹ്, യമനിലെ പണ്ഡിതൻ, സലഫി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഫത്വയിൽ ഒരു പെണ്ണ് ചോദിക്കാൻ, മെൻസസ് ഉണ്ട്, പള്ളിയിൽ ക്ലാസ് കേൾക്കാൻ പാടുണ്ടോ? അദ്ദേഹം പറഞ്ഞത് പോകാം, മെൻസസ് ഉള്ള നിനക്ക് ക്ലാസ് കേൾക്കാൻ പള്ളിയിൽ പോകാം. എന്നിട്ട് അദ്ദേഹം തെളിവും പറയുന്നുണ്ട്. എന്താ തെളിവ്? ഒരു തെളിവ് പറഞ്ഞത്, നബി പള്ളിന്റെ പുറത്താണ്. അപ്പൊ പള്ളിയിൽ നബി സുജൂദ് പോകുമ്പോൾ വെക്കുന്ന ചെറിയ ഒരു പടമുണ്ട്, ഒരു പായ, ചെറിയ പായ, സുജൂദിൽ തലക്ക് വെക്കുന്ന സാധനം, അത് പള്ളിയിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞു, ആയിഷ അതിങ്ങെടുത്തോ.
അപ്പൊ ആയിഷ പറഞ്ഞു എനിക്ക് ആർത്തവം ഉണ്ടല്ലോ. അപ്പൊ നബിന്റെ ചോദ്യം ലൈസത്ത് ഹൈളത്തുക്കി ബിയദിക്കി, ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാ, നിന്റെ മെൻസസ് നിന്റെ കയ്യിലല്ല. വിശദീകരിക്കണ്ടല്ലോ, നിന്റെ മെൻസസ് നിന്റെ കയ്യിലല്ല, അത് അവിടെ കിടന്നോട്ടെ. അതുകൊണ്ട് പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കയറിയത് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇത് നബിന്റെ ഭാര്യ, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീദ. ഈ ഹദീദും വേറെ ചില സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഷെയ്ഖ് മുഖ്ബിൽ അതുപോലെ തന്നെ വേറെയും പല സലഫിയോട് പറഞ്ഞത് കാണാം. പോകാം. അപ്പൊ ഞാനിത് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് പറയാം, പോവുകയാണെങ്കിൽ